നമസ്കാരം. ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ കേരള തീരത്തു നടപ്പാക്കുന്ന ആഴക്കടൽ ഖനനം വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. സമുദ്ര ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന, തീരദേശ മണ്ണൊലിപ്പ് വർദ്ധിപ്പിക്കുന്ന, ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ഉപജീവനത്തിന് ഭീഷണിയാകുന്ന ആഴക്കടൽ ഖനനത്തിനെതിരെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചാണ് പ്രതിഷേധമുയർത്തിയിരിക്കുന്നത്. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി നേതാവ് ചാൾസ് ജോർജ്, IIST പ്രൊഫസർ ഷൈജുമോൻ CS, BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് കൃഷ്ണദാസ് എന്നിവർ. ആദ്യം ശ്രീ ചാൾസ് ജോർജ്, സമുദ്ര ജൈവ വൈവിധ്യത്തിലും മത്സ്യസമ്പത്തിലും തീരദേശ സമൂഹങ്ങളുടെ ഉപജീവന മാർഗത്തിലും ഈ മണൽ ഖനനം എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശബ്ദ തടസ്സമുണ്ട്. പ്രൊഫസർ ഷൈജുമോൻ, ആഴക്കടൽ ഖനനം ദീർഘകാല പാരിസ്ഥിതിക നാശത്തിന് കാരണമാകുന്നുവെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ പറയുന്നു. എന്തൊക്കെയാണ് ഇതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ? മനസ്സിലാക്കേണ്ടത് ഒന്ന്, ഈ നമ്മളിപ്പോഴും നമ്മുടെ ചർച്ചയിൽ, ഇപ്പൊ കേരളത്തിൽ മുഴുവനുള്ള ചർച്ചകളിൽ നമ്മൾ നോക്കിയാൽ പലപ്പോഴും മാധ്യമങ്ങൾ ഉൾപ്പെടെ രണ്ട് കാര്യത്തിന്റെ വ്യത്യസ്തത മനസ്സിലാക്കാതെ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഒന്ന് ടെറിട്ടോറിയൽ സീ എന്ന് പറയും, മറ്റൊന്ന് ഓഫ് ഷോർ സീ എന്ന് പറയും. ടെറിട്ടോറിയൽ സീ എന്ന് പറയുന്നത് 22 കിലോമീറ്റർ വരെ, അതായത് 12 നോട്ടിക്കൽ മൈൽസ് വരെയും, അത് കഴിഞ്ഞിട്ടാണ് ഓഫ് ഷോർ സീ എന്ന് പറയുന്നത്, നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത് 370 കിലോമീറ്റർ വരെയാണ്, അതായത് 200 നോട്ടിക്കൽ മൈൽസ് വരെയാണ്. അപ്പൊ ഇത് കേന്ദ്ര സർക്കാർ പറയുന്നത് ഈ 22 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഓഫ് ഷോർ സീയെ പറ്റി, ഓഫ് ഷോർ ഖനനത്തിനെ പറ്റിയാണ് ഈ പുതിയതായിട്ട് വന്ന 2023 അമെന്റ്മെന്റിലും പിന്നീട് റീസെന്റ് ആയിട്ട് പ്രൈവറ്റ് പാർട്ടീസിന് അനുവദിച്ചു കൊണ്ടുവന്ന ഓർഡറിലും ഒക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു കാര്യം, നമ്മുടെ സീ മൊത്തത്തോടെ എടുക്കുമ്പം നമ്മൾ ഒരിക്കലും ഈ സീ മുഴുവൻ 22 കിലോമീറ്റർ കഴിയുന്ന മുഴുവൻ ഏരിയയും കുഴിച്ചെടുക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ അല്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഈ വികസിത രാജ്യങ്ങളൊന്നും വികസിതമാകത്തില്ല. ഇപ്പൊ ബ്രിട്ടന്റെയും ഓസ്ട്രേലിയയുടെയും ചൈനയുടെയും US-ന്റെ ഒക്കെ പരിസരത്താണ് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഈ ഫിഷിംഗ് ഷോൾസ് ഉള്ളത്. അതായത് കൂടുതൽ പ്ലാങ്ക്ടൺസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാമായിരുന്നുള്ളത് ഈ അണ്ടർ കറൻസ്, വാം വാട്ടർ കറൻസും കോൾഡ് വാട്ടർ കറൻസും മീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ കൂടുതലുള്ളത് ഇപ്പൊ ഓസ്ട്രേലിയയുടെ പരിസരത്തും ചൈനയുടെ പരിസരത്തും ജപ്പാന്റെ പരിസരത്ത്, UK-യുടെ പരിസരത്ത്, US-ന്റെ പരിസരത്തൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇവിടെയെല്ലാം ഹ്യൂജ് എമൗണ്ട് ആയിട്ടുള്ള മത്സ്യം തന്നെയാണ് കാണുന്നത്. പക്ഷെ അവരെല്ലാം ഓഫ് ഷോർ ആയിട്ടുള്ള ഖനനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ഓഫ് ഷോർ മൈനിങ് എന്ന് പറയുന്നത് 22 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള മുഴുവൻ ഏരിയയും കുഴിക്കുക എന്നുള്ളതല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് തീർച്ചയായിട്ടും ഇതിൽ ഒരു വാദഗതി ശരിയാണ്, ഫാർമേഴ്സ് ഫിഷർമാനിന്റെ ലൈഫിനെ ബാധിക്കുമെന്നുള്ള ഒരു കാര്യമുണ്ട്. ചില സ്ഥലങ്ങളിൽ അതിന് വേണ്ടുന്ന പരിസ്ഥിതി ആഘാത പഠനങ്ങളെല്ലാം നടത്തേണ്ടത് അത്യാവശ്യമാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഈ പോളി മെറ്റാലിക് നോഡ്യൂൾസ് എന്ന് പറയുന്ന കരയിൽ കിട്ടാത്ത പല വളരെ റയർ ആയിട്ടുള്ള മെറ്റൽസ് ആൻഡ് മിനറൽസ് ലൈക്ക് നിക്കൽ, കൊബാൾട്ട്, കോപ്പർ, മാംഗനീസ് മുതലായ, മാംഗനീസ് നമുക്ക് കിട്ടുമെങ്കിലും ഈ പോളി മെറ്റാലിക് നോഡ്യൂൾസ് കൂടുതലായിട്ട് കാണുന്നത് ഈ 22 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള സീകളിലാണ്. ഇത് എന്തുകൊണ്ടാണ് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോ
നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മാറ്റുന്ന എനർജി ട്രാൻസിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എനർജി ട്രാൻസിഷനിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു സംഗതിയാണ് ഈ പോളി മെറ്റാലിക് നോഡ്യൂൾസ് എന്ന് പറയുന്നത്. EV വെഹിക്കിൾസ്, ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ചിപ്പുകൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും വികസിത രാജ്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള നമ്മുടെ റയർ റിസോഴ്സസ്, റയർ മെറ്റൽസ് ആൻഡ് മിനറൽസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫിഷർമാനെ സംരക്ഷിക്കുകയും വേണം. ഫിഷർമാൻ കൂടുതലായിട്ട് പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ വരുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യുന്നത് നമുക്കറിയാം. കേരളത്തിൽ 222 ഫിഷർമാൻ വില്ലേജസ് ഉണ്ട്. ഏകദേശം 590 കിലോമീറ്റർ ആണ് നമ്മുടെ കോസ്റ്റൽ തീരം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിന്റെ 2% താഴെ മാത്രമാണ് നമ്മുടെ കേരളത്തിന്റെ ഓഫ്ഷോർ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ 22 കിലോമീറ്ററിന് അകത്ത് വരുമ്പോഴാണ് കൂടുതലായിട്ടുള്ള ഡയറക്റ്റ് പാരിസ്ഥിതിക ആഘാതം ഉണ്ടാവുന്നത്. 22 കിലോമീറ്ററിന് അപ്പുറത്തുള്ളത് നമുക്ക് മാത്രമല്ല പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ എക്കോസിസ്റ്റത്തിനെ, അതായത് കടൽ, നമുക്കറിയാം നമ്മുടെ വെതർ എന്ന് പറയുന്നത് കടൽ, അറ്റ്മോസ്ഫിയർ എല്ലാം കിട്ടുന്നതാണ്, അതെല്ലാം ബാധിക്കാറുണ്ട്. ശരി പ്രൊഫസർ ഷൈജുമോൻ, അതായത് കടലിന്റെ അടിത്തട്ടിലുള്ള അതീവ സെൻസിറ്റീവായ മേഖലകളെ നമ്മൾ ഈ ഖനനം കൊണ്ട് ബാധിക്കപ്പെടില്ലേ? അത് നമ്മളുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ഭാഗമായി മാറത്തില്ലേ? അത് ഇനിയും മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, നമ്മൾ ഈ ഖനനം എന്ന് പറയുന്നത് നമ്മൾ കരയിൽ ഖനനം ചെയ്യുന്നത് പോലെ വലിയ കുഴികളോ അല്ലെങ്കിൽ മറ്റുള്ള രീതികളോ എടുത്തിട്ടുള്ളതല്ല. വളരെ പ്രിസൈസ് ആയിട്ട് വളരെ അത്യാധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് ഇതിന്റെ സ്ഥലം മനസ്സിലാക്കി അവിടത്തേക്ക് മാത്രമായിട്ട് പൈപ്പുകൾ പോയി അതിൽ നിന്ന് എടുത്തു കൊണ്ടുവരുന്നതാണ്. അപ്പം ഇത് ഡിസ്റ്റർബൻസ് കുറവായിരിക്കും. ഇല്ല എന്നല്ല പറയുന്നത്, ഡിസ്റ്റർബൻസ് കുറവായിരിക്കും. പക്ഷെ ഖനനം നടത്തിയാലേ നമുക്ക് റിസോഴ്സ് ഉള്ളൂ. അല്ലെങ്കിൽ ഈ റിസോഴ്സസ് ഒക്കെ നമുക്ക് മറ്റു രാജ്യങ്ങൾ ആശ്രയിക്കേണ്ടി വരും. അവർ നമുക്ക് തരുമെന്നുള്ളതിൽ സംശയമാണ്. കാരണം നമുക്കറിയാലോ, ഇപ്പം ചിപ്പുകളുടെ കാര്യത്തിൽ നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. നമ്മളിപ്പോ തുടങ്ങിയതേ ഉള്ളൂ പ്രൊഡക്ഷൻ. തൈവാനും ചൈനയിൽ നിന്നും ഒക്കെയാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ EV-യിലേക്ക് മാറുമ്പോഴും ഹൈഡ്രജൻ ട്രാൻസിഷനിലേക്ക് മാറുമ്പോഴും നമ്മുടെ സോളാർ പാനൽസിലും ഒക്കെ ഇതുപോലുള്ള പോളി മെറ്റാലിക് നോഡ്യൂൾസ് വളരെ വലിയ അത്യാവശ്യമാണ്. ഇനി ഇതിന്റെ മറ്റൊരു വശം ലാർജ് ബിസിനസ് ആണ് കാത്തിരിക്കുന്നത്. നമ്മൾ കേരളത്തില് ഇപ്പൊ പറയാറുണ്ട് റോയൽറ്റി എല്ലാം സെൻട്രൽ ഗവൺമെന്റിനാണ്, നമുക്ക് യാതൊന്നും കിട്ടത്തില്ല എന്ന്. അത് വളരെ തെറ്റായ ധാരണയാണ്. നമുക്ക് ടാക്സസ് ഒരുപാട് വരും. കൂടാതെ ഈ നടത്തുന്ന സ്ഥലത്തായിട്ട് ഇപ്പൊ നമ്മൾ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ അറിയാം, അതിന് തരത്തിൽ ഒരുപാട് ബിസിനസ്സുകൾ വരാൻ പോവാണ്. അതുപോലെ ഇതിന്റെ ആയിട്ടുള്ള ബിസിനസ്സുകൾ കേരളത്തിലേക്ക് ലാർജ് സ്കെയിലിൽ വരാൻ സാധ്യതയുണ്ട്. അത് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ സാധ്യതയുണ്ട്. കൂടാതെ എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഖനനം നടക്കുമ്പോൾ ഇത് ഫിഷർമാനെയും കൂടെ വിശ്വാസത്തിലെടുത്ത് അവരുടെ കൂടെ കോൺഫിഡൻസിലെടുത്ത് അവരുടെ മുഴുവനായിട്ട് നമ്മൾ കുഴിക്കുകയോ അല്ലെങ്കിൽ ഖനനം നടത്താതെയോ പോയിന്റഡ് ആയിട്ട് ഖനനം നടത്തി അത് രാജ്യത്തിന്റെ വികസിത രാജ്യത്തിലേക്കുള്ള കുതിപ്പിലേക്ക് നമ്മൾ മുതൽക്കൂട്ടാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വികസിത രാജ്യങ്ങളെല്ലാം ഇത് ചെയ്യുന്നത്. അപ്പൊ അവര് മണ്ടന്മാരായിട്ടല്ല അത് ചെയ്യുന്നത്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇത്രയേറെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും സാമൂഹിക പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വാദങ്ങൾ നിലനിൽക്കുമ്പോഴും ഗവൺമെന്റ് എന്തുകൊണ്ടാണ് കടൽ ഖനനവുമായി മുൻപോട്ട് പോകുന്നത്? ബഹുമാനപ്പെട്ട ശ്രീ ഷൈജു അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചില വിലയിരുത്തലുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളും അദ്ദേഹം വിശദീകരിച്ചു. ഞാനതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ രാജ്യത്ത് പൊതുവായി രാജ്യത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പദ്ധതികളും നടപടികളുമാണ് സർക്കാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ ഈ തരത്തിൽ ഖനന സംവിധാനങ്ങളും അതുപോലെ തന്നെയുള്ള നടപടികളും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇലക്ട്രിക് പവർ അതല്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയർ പവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ചില പദ്ധതികൾക്കെതിരെ നടന്ന പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം. അതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപക്ഷെ പൊതുവായിട്ടുള്ള ഒരു ഉദ്ദേശത്തിനേക്കാൾ അപ്പുറത്ത് രാഷ്ട്രീയ താല്പര്യങ്ങളും രാജ്യ താല്പര്യത്തെക്കാൾ അപ്പുറത്ത്, അതായത് വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചപ്പാടിനേക്കാൾ അപ്പുറത്ത് താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് നടക്കുന്ന ചില പ്രചരണങ്ങളും മാത്രമാണ്. ഇവിടെ സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ജനുവരി മാസം 19-ാം തീയതി ഭുവനേശ്വറിൽ സെൻട്രൽ ജിയോളജിക്കൽ പ്രോഗ്രാം ബോർഡിന്റെ മീറ്റിംഗിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടാകുന്നത്. അതിൽ സർക്കാർ വളരെ കൃത്യമായി പറഞ്ഞു, പ്രാഥമികമായി തന്നെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇതിന്റെ ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകൂ. സ്വാഭാവികമായും രാജ്യത്തെ നിയമങ്ങൾക്കനുസരിച്ചും നടപടികൾക്കനുസരിച്ചും ഇത് ഏതെല്ലാം തരത്തിൽ, ഒന്ന് പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്ന കാര്യം,
മറ്റൊന്ന് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന് വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ധാതു ലവണങ്ങളുടെ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള പദ്ധതികൾ, അത് നമ്മളിവിടെ ക്വാറി പൊട്ടിക്കുന്നതിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റു നടപടികൾ, ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോയാലും അതിലെല്ലാം സ്വാഭാവികമായി ഉയരുന്ന പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധങ്ങളുടെ ആകെത്തുകയായി വരുന്ന പൊതുവായിട്ടുള്ള വിഷയങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് അങ്ങനെ തന്നെ പരിഗണിക്കും എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വികസനത്തിന് ഗുണകരമാകുന്ന തരത്തിലേക്ക് ആ പദ്ധതികളെയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുന്ന വിഭവങ്ങളെയും ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യം നേരത്തെ ശ്രീ ഷൈജു സൂചിപ്പിച്ചതുപോലെ നിരവധി മേഖലകളിൽ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഘട്ടത്തിൽ പ്രൈവറ്റ് ബിസിനസിനെ സംബന്ധിച്ച്, മറ്റൊരു ഘട്ടത്തിൽ സർക്കാർ സംരംഭത്തിന്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മറ്റ് നിരവധി രാജ്യരക്ഷാ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും നമ്മുടെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വളരെ ഫാസ്റ്റായി ലോകത്ത് ഏറ്റവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് നടക്കുന്ന രാജ്യമാണ് നമ്മുടേത്. പ്രത്യേകിച്ച് ടെലികോം കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നടക്കുന്ന വികസനങ്ങൾ, അതോടൊപ്പം തന്നെ മൊബൈൽ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ. അപ്പൊ ആ മാറ്റങ്ങൾക്ക് അനുസൃതമായി നമുക്ക് വേണ്ട പ്രാഥമികമായിട്ടുള്ള ഒന്ന് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്ന പ്രോസസ്സ്, അത് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് വളരെ വ്യാപകമായി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനു വേണ്ടിയുള്ള വിഭവങ്ങൾ കണ്ടെത്തുക, നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ള സർക്കാരിന്റെ നയം വരുന്നത്. പ്രത്യേകിച്ച് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം നടത്തുന്ന പ്രചരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇത് നമ്മുടെ ടോട്ടൽ ബിസിനസ്സുമായി, ടോട്ടൽ വോളിയം ഓഫ് ബിസിനസ്സുമായി റിലേറ്റഡ് ആയി നിൽക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു താൽക്കാലികമായ ഒരു വിഷയമുണ്ടാക്കും, അതുകൊണ്ട് പ്രത്യേകമായി അതിനെ കണ്ടുകൊണ്ട് അത് ഇപ്പൊ തന്നെ ഉപേക്ഷിക്കണം, ആ നയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. സ്വാഭാവികമായും അതിലുള്ള ആശങ്കകൾ പരിഹരിക്കപ്പെടേണ്ടതാണ്, അതിനോട് തർക്കമില്ല. അത് തന്നെയാണ് സർക്കാർ പറഞ്ഞത്. ഈ ആശങ്കകളെല്ലാം കണക്കിലെടുത്തും പരിഹരിച്ചും ചർച്ച ചെയ്തും ഇതിന്റെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി അത് പൂർണ്ണമായും നമുക്ക് ഉപയുക്തമാക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ കഴിയുമ്പോൾ മാത്രമേ ആ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകൂ എന്ന് വ്യക്തമാക്കിയത് അതുകൊണ്ടാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ചാൾസ് ജോർജ്, ഇത് തീരദേശ സമൂഹങ്ങളുടെ ഉപജീവന മാർഗത്തിലും അവരുടെ ജീവിത നിലവാരത്തിലും അവരുടെ ദൈനംദിന ജീവിതത്തിലും ഈ മണൽ ഖനനം എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ശ്രീ ചാൾസ് ജോർജ്, കേൾക്കാമോ? വ്യക്തമല്ല, താങ്കളുടെ മൈക്ക് ഓഫാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ ഷൈജു മോൻ, വിദേശ രാജ്യങ്ങളിൽ ഈ മണൽ ഖനനം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള താങ്കളുടെ വാദഗതി അംഗീകരിക്കുമ്പോൾ തന്നെ ഇത് യാതൊരു തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതിന് എന്തെങ്കിലും പഠനം ഉണ്ടോ? ഞാൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് ഉണ്ടാക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമുക്ക് പല രീതിയിൽ ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ ലോകം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഒരു പാരിസ്ഥിതിക പ്രശ്നമാണ്, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, നമുക്കിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെന്താണ്, ക്ലൈമറ്റ് റെസിലിയന്റ് ആയിട്ട് അല്ലെങ്കിൽ പാരിസ്ഥിതിയെ നമുക്ക് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് മാറ്റിക്കൊണ്ടുവരാനുള്ള ഒരുപാട് നടപടികളുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള ഖനനം അല്ല ഉദ്ദേശിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും ആൾക്കാർ കുറവായത് കൊണ്ടൊക്കെ വ്യാപകമായിട്ടുള്ള ഖനനം നടത്തുക, അവർ എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ട് നടത്തുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളിപ്പോ ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമുക്ക് ആവശ്യമുള്ളത് മാത്രം വളരെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ആവശ്യാനുസരണം മാത്രം ഖനനം ചെയ്യുക, അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ അടിത്തട്ടില് വളരെ ശ്രദ്ധാപൂർവം ഈ പാരിസ്ഥിതിക പഠനം നടത്തി, നമുക്കും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഉണ്ട്, നമുക്കും പല ഏജൻസികളുണ്ട്, ഇന്റർനാഷണൽ ഏജൻസികളിലൊക്കെ നമ്മൾ മെമ്പറാണ്. അപ്പൊ ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഈ സീ ബെഡിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നടത്തേണ്ടത്. ഈ വീണ്ടും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ സാൻഡ് മൈനിങ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ഈ പല രീതിയിലുള്ള മൈനിങ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പൊ കരയിലാണെങ്കിൽ നമുക്ക് സാൻഡും ഉണ്ട്, കടലിലെ സാൻഡും ഉണ്ട്, കടലിലെ സാൻഡിൽ നിന്ന് എടുക്കുന്ന ഈ പോളി മെറ്റാലിക് നോഡ്യൂൾസും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. അപ്പൊ ആ രീതിയിൽ നമുക്ക് പല രീതിയിലാണ്, അത് ഏത് രീതിയിൽ എവിടെയാണ് റിച്ച് ആയിട്ടുള്ളത്. പലപ്പോഴും കേരളത്തിന്റെ തീരത്ത് പണ്ടേ പറയാറുണ്ട് ഓയിൽ റിച്ച് ആയിട്ടുള്ള ഏരിയകളുണ്ട്. അപ്പൊ ഇത് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ഒരു പരിധിവരെ വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ചാൾസ് ജോർജ്, താങ്കളോട് ചോദിച്ചത് ഈ മണൽ ഖനനം തീരദേശ സമൂഹങ്ങളുടെ ഉപജീവന മാർഗത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്നാണ്. കേരളത്തില്
കൊല്ലം പരപ്പ് എന്നറിയപ്പെടുന്ന ആ പ്രദേശത്തിനടുത്ത് നിന്നാണ് മണ്ണെടുക്കുന്നത്. അതെ 5 പ്രദേശങ്ങൾ അവർ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതെ പറഞ്ഞോളൂ, കേൾക്കാം വ്യക്തമാണ്, പറഞ്ഞോളൂ. 5 പ്രദേശങ്ങളാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അതില് പൊന്നാനി, ചാവക്കാട്, ആലപ്പുഴ, കൊല്ലം സൗത്ത്, കൊല്ലം നോർത്ത്. ഇപ്പോൾ കൊല്ലം നോർത്ത് എടുക്കുന്നത് അവിടുത്തെ 42 ചതുരശ്ര കിലോമീറ്ററിൽ നിന്നും 302 ml ദശലക്ഷം ടൺ മണ്ണ എടുക്കുന്നത്. ഈ പ്രദേശം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ജൈവ സമ്പുഷ്ടമായ പ്രദേശമാണ്. ലക്ഷക്കണക്കിന് കേരളത്തിലാകെയുള്ള 2 ലക്ഷം പേരെ കടലിൽ പോകുന്നത്. അതിൽ 2 ലക്ഷം പേര് കൊല്ലം മന്ത്രിച്ച് ജീവിക്കുന്നവരാണ്. 500ഓളം ഫൈബർ വള്ളങ്ങൾ കേരളത്തിൽ 3800 ട്രോൾ 1000 പ്രവർത്തിക്കുന്നവരുണ്ട്. ചക്കികുളങ്ങരയിൽ ഭാഗത്ത് കേരളത്തിൽ 100ഓളം പേര് 500 ഇൻബോർഡ് വള്ളങ്ങളുണ്ട്, 50 വള്ളങ്ങളുണ്ട്. അതിൽ 100 വള്ളം അവിടെ നിന്ന് തന്നെ വരുന്നത്. അങ്ങനെ കേരളത്തിന്റെ ഉൽപാദന മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന മേഖലയിലെ 1/3 വരുന്ന തൊഴിലാളികൾ അവിടെയാണ്. അവരുടെ ഉപജീവനം അതാണ്. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യതയുള്ള പ്രദേശമാണ് ലോകത്ത് തന്നെയുള്ള. ഇത് 1960കളിൽ ഇന്നോവേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി അന്ന് കെയർ ലാർസൺ എന്ന് പറയുന്ന നോർവേക്കാരനാണ് ഈ പ്രദേശത്തിന്റെ സവിശേഷത ലോകത്തിന് വിളിച്ചു പറഞ്ഞത്. ഇന്ത്യയിലെ 22 മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ മത്സ്യ സമ്പുഷ്ടമായ കേന്ദ്രങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു. അതിൽ ഏറ്റവും സുപ്രധാനമാണ് കൊല്ലം പ്രദേശം എന്ന് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇവിടെ തന്നെ കേരളത്തിന്റെ അതിർത്തിക്ക് വെളിയിൽ വലിയ രീതിയിൽ പാറപ്പരപ്പുന്നൊരു ഏർപ്പാടുണ്ട്, പവിഴപ്പുറ്റുകളുണ്ട്. ഈ പാറപ്പരപ്പുകളെ ഈ മണ്ണെടുക്കാൻ പറ്റില്ല. മണ്ണെടുത്താൽ പാറപ്പരപ്പുകൾ താഴ്ന്നു പോകും. മത്സ്യങ്ങളുടെ ഉപജീവനം മാത്രമേ തടയപ്പെടുന്നത്. ഈ മണ്ണിന്റെ മേൽപ്പരപ്പിൽ ചെളികൾ അറിഞ്ഞുകൂടിയിട്ടുണ്ട്, പറ്റുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മണ്ണിനെ ആക്രമിക്കാതെ, ഈ മേൽമണ്ണ് മാറ്റാതെ അടിയിൽ നിന്ന് മണ്ണെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ 3 തരത്തിലെ മണ്ണ് എടുക്കുന്നത്, 3 തരത്തിലെ യന്ത്രങ്ങൾ ഉപയോഗിച്ചെടുക്കുന്നത്. ഒന്ന് അദാനിയുടെ സക്ഷൻ ഹോപ്പർ ഡ്രഡ്ജിങ്, മറ്റൊന്ന് അദാനി കമ്പനിയുടെ ബക്കറ്റ് ഡ്രഡ്ജിങ്, മൂന്നാമത്തേത് അദാനി കമ്പനിയുടെ തന്നെ റോട്ടറി കട്ടർ ഡ്രഡ്ജിങ്. ഈ 3 മാർഗത്തിൽ മണ്ണെടുക്കുമ്പോൾ സ്വാഭാവികമായി മേൽമണ്ണും ഇളകി പോകില്ലേ. 1 കിലോ മണ്ണെടുക്കുമ്പോൾ ഏതാണ്ട് 3 കിലോ വരുന്ന മേൽമണ്ണും നഷ്ടപ്പെടും. ഈ മേൽമണ്ണാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പുഷ്ടമായ മത്സ്യബന്ധന കേന്ദ്രം. ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും അപൂർവമായ എല്ലാ ഇനം മത്സ്യങ്ങളും, പാറപ്പരപ്പുകൾ, അതായത് പവിഴപ്പുറ്റിൽ കാണുന്ന മത്സ്യങ്ങൾ തുടങ്ങി സാധാരണ മത്സ്യത്തൊഴിലാളികൾ ലഭിക്കുന്ന മത്സ്യങ്ങൾ വരെ എല്ലാ ഇനം മത്സ്യം ലഭിക്കുന്ന കേന്ദ്രമാണ് കൊല്ലം പ്രദേശം. അതിന് തകർത്തുള്ള എടുക്കാൻ പറ്റില്ല. നമ്മുടെ മർച്ചന്റ്സ് ഓഫ് വെനീസിൽ പോർച്ചോ അന്റോണിയോയുടെ കാര്യത്തിൽ ജഡ്ജിയായ പോർച്ചോ അച്ഛനായ ഷൈലോക്കൂടെ പറഞ്ഞ പോലെയാണല്ലോ, നിങ്ങൾ മാംസം എടുത്തോളൂ. ഷൈജുമോട് എനിക്ക് പറഞ്ഞു, നിങ്ങൾ മാംസം എടുത്തോളൂ, പക്ഷെ ഒരു തുള്ളി ചോര വരരുത് എന്ന് പറഞ്ഞതുപോലെയാണ്. ഈ ചോര വരാതെ മാംസം എടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് നമ്മുടെ വിഷയം. ഈ മേഖല താഴ്ത്തുകൊണ്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഇതിനെ പരിസ്ഥിതി പ്രജാഘാത പഠനം നടത്തി പറഞ്ഞു. ആര് നടത്തി? NIOT നടത്തി. NIOTയും GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും ഇതെങ്ങനെ എടുക്കാന്ന് മാത്രം ചിന്തിക്കുന്നവരാണ്. ഇത് പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നവരെ എല്ലാവരും. പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്ന ഫിഷറീസ് സർവേ ഓഫ് ഇന്ത്യയാണ്, MOEF ആണ്. അവരോടൊന്നും കൺസൾട്ട് ചെയ്തിട്ടില്ല. കേരളത്തിലെ കേന്ദ്ര ഗവേഷണ സ്ഥാപനം കൊച്ചിയിൽ തന്നെ ഉണ്ട്, അവരോട് ആരോടും കൺസൾട്ട് ചെയ്തിട്ടില്ല. കേരള ഗവൺമെന്റ് ഫിഷറി ഡിപ്പാർട്ട്മെന്റ് ചോദിച്ചവർക്ക് ഒബ്ജക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ ഒബ്ജക്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് മത്സ്യത്തൊഴിലാളികൾ, അവരോട് ചോദിക്കണ്ടേ, അവരുടെ അഭിപ്രായം തേടണ്ടേ? അതുണ്ടായിട്ടില്ല. കേരള ഗവൺമെന്റ് അതിന്റെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, ഇല്ല. 2023 നിയമം മാറ്റിയപ്പോൾ എന്ത് ചെയ്തു? ആചരിക്കുന്ന ഒരു പുസ്തകം എടുത്തുണ്ട്. നമ്മുടെ വിൽപ്പനയ്ക്ക് ഉത്തരവാദിത്തം, ഞങ്ങൾക്ക് വിൽപ്പനയ്ക്ക് ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ക്യാപിറ്റൽ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ മുൻനിർത്തി ഒരു പൊതുമേഖലയെ തകർക്കുന്ന ഏർപ്പാടാക്കി ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്. 2023 നിയമം ഭേദഗതി ചെയ്തു. 2002 നിയമം 2023 ഭേദഗതി ചെയ്തു. 2002 ഈ ഖനനം മുഴുവൻ നടത്തുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളായിരുന്നു, PPP ആയിരിക്കുന്നു. അത് പ്രകാരം പൊതുമേഖലയ്ക്കല്ല പ്രൈവറ്റ് തീരുമാനിച്ചിരിക്കുന്നു. ഓഫ് ഷോർ മൈനിങ് എന്ന പേര് പറയുന്നത്. ഓഫ് ഷോറിനകത്ത് എന്ത് ചെയ്യുന്ന നിയമം 2023 ഇൻഷോറും കൂടി പെടുത്തി, അതായത് തീരക്കടലും പെടുത്തി. തീരക്കടലിൽ, അതായത് കേരളത്തിന് കടലിൽ അടക്കം, കടപ്പുറത്തടക്കം, അതായത് കൊല്ലത്തിന് വടക്ക് വെച്ചുള്ള ആലപ്പാട് തൃക്കുന്നപ്പുഴ വരെയുള്ള കടപ്പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ ആ ബാരേജുള്ള സ്ഥലമാണ്. ഈ പ്രദേശത്ത് കടലിൽ നിന്നല്ല മണ്ണെടുക്കുന്നത്, കരയിൽ നിന്ന് മണ്ണെടുക്കുന്നത്. ഈ മണ്ണെടുപ്പടക്കം ഇൻഷോർ, ടെറിട്ടോറിയൽ വാട്ടേഴ്സ് അടക്കം ഓഫ് ഷോറിന്റെ നിർവചനത്തിൽ പെടുത്തി. അത് സംസ്ഥാനങ്ങൾ കൂടി അധികാരം ഏറ്റെടുത്തിരിക്കുക. 1. 2, ഈ ടെറിട്ടോറിയൽ പ്രദേശത്ത് ഓഫ് ഷോർ ഭാഗത്ത് മിനറൽസ് പറയുമ്പോൾ അവർ ഖനനം ചെയ്യുന്നത് ഏതൊക്കെയാണ്? മിനറൽസ് എന്ന് പറഞ്ഞാൽ പ്ലേസർ മിനറൽസ് അറിയപ്പെടും. അതായത് ബ്ലാക്ക് സാൻഡ്, കരിമണൽ അടക്കം അതിൽ ഉൾപ്പെടുകയാണ്. കേരളത്തിന്റെ ഏക വരുമാന സ്രോതസ്സാണ് കരിമണൽ. കരിമണൽ അടക്കം അത് ഉൾപ്പെട്ടിരിക്കുകയാണ്. കരിമണലിലെ ധാതു ലവണങ്ങൾ, പ്രത്യേകിച്ച്
ആണവ നിലയങ്ങളോട് ബന്ധപ്പെടുന്ന ദ്രവണങ്ങൾ ഒഴികെയുള്ള മുഴുവൻ ഉൽപ്പന്നങ്ങളും എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ അവകാശം പോലും കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവരിപ്പോൾ ചെയ്യുന്നത് എന്താണ്? അവർ പറഞ്ഞിരിക്കുന്നത് ടൈറ്റാനിയം അടക്കം, നമ്മുടെ 2 സ്ഥാപനം ടൈറ്റാനിയം ഉണ്ട്, അതടക്കം ഇനി പ്രൈവറ്റ് ആയിട്ട് കമ്പനിയുടെ മാറും. പാർട്ട് ഓഫ് ദ പ്രോഗ്രാം ഈസ് സ്പോൺസർഡ് ബൈ അദാനി, അംബാനി ആൻഡ് കോയാണ്. അതുകൊണ്ട് കേരള മെനസ് പേര് അദാനി മാറുന്ന കാലമാണ്. ശരി, ഞാൻ 2 കടലിൽ ഞങ്ങൾ 1 ലക്ഷം പേര് ഉപജീവന തകർത്തല വരുന്നത്. 3 ഇതിനാക്കുന്ന പരിസ്ഥിതി പ്രത്യേകത അവിടെ പഠിച്ചിരിക്കുന്നു. ആര് പഠിച്ചിരിക്കുന്നു? ഇവിടുത്തെ ഒരു പരിസ്ഥിതി പഠനം നടത്തുന്ന ഒരു സ്ഥാപനവുമായി കൺസൾട്ട് ചെയ്തിട്ടില്ല. ഗവൺമെന്റ് നേരത്തെ ജീന് കെട്ടിയ കുതിര പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരളത്തിലെ മാത്രം, ഇന്ത്യയിലെ മാത്രം വിഷയമല്ല. ഇന്ത്യയിലെ അദാനി ഗവൺമെന്റിന് അദാനിക്ക് വേണ്ടി ഇത് മുഴുവൻ ചെയ്യണം. അത് ഒന്ന്. അമേരിക്കയിൽ നമ്മുടെ കാലാവസ്ഥ ഫണ്ട് വെട്ടിച്ചുരുക്കിയ ട്രംപ് അവിടെ കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ ആൾ കാലാവസ്ഥ ഫണ്ട് വെട്ടിക്കുറിക്കുകയാണ്. ട്രംപിനും ബെൽസനാറോ, എവിടത്തെ ബ്രസീലിലെ ബെൽസനാറോയ്ക്കും ഒരേ പല്ലവിയാണ്, വികസനം വേണം, വികസനം വേണം. നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു. കേരളത്തിലും അത് ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ മണ്ണെടുക്കുന്നുണ്ട്. മണ്ണെടുക്കുന്ന അനുഭവങ്ങൾ കൂടി നമ്മൾ നോക്കണം. നുവാരു, തുവാലു, കിരിബാറ്റി, സോളമൻ ഐലൻഡ്, ജർമ്മനിയുടെ ചില പ്രദേശങ്ങൾ, നോർവേ, ഇംഗ്ലണ്ട്, ഇന്തോനേഷ്യ ഏറ്റവും അടുത്ത ഉദാഹരണം. അവിടെയാണല്ലോ സുനാമി ഉണ്ടായത്. സുനാമി ഉണ്ടായ ഇന്തോനേഷ്യയുടെ 24 ദ്വീപുകൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ്? അത് അടുത്ത സിംഗപ്പൂർ തുറമുഖം 50 കിലോമീറ്റർ വികസിപ്പിച്ചു. അവിടെ മണ്ണെടുത്തു. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. എങ്ങനെ തിരിച്ചു വരാത്ത വണ്ണം പോയിരിക്കുകയാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. പ്രൊഫസർ ഷൈജു മോൻ, ശ്രീ ചാൾസ് പറഞ്ഞതുപോലെ രക്തം വീഴ്ത്താതെ മാംസം എടുത്തോളൂ എന്നൊരു വാദഗതിയാണോ താങ്കളുടേത്? ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് ഞാൻ അതിന്റെ കാരണങ്ങൾ സഹിതം പറഞ്ഞു. ഇപ്പൊ നമ്മൾ 2 മിക്സ് ചെയ്യാണ്. ഇപ്പൊ തീരദേശത്തെ ഉൾപ്പെടുത്തി എന്നാണ് അദ്ദേഹം പറയുന്നത്, ചാൾസ് പറയുന്നത്. പക്ഷെ തീരദേശത്തെ ഉൾപ്പെടുത്തിയെങ്കിൽ തീരദേശത്ത് 22 കിലോമീറ്ററിനകത്തുള്ളതിന് നമ്മുടെ റോയൽറ്റിയുടെ കാര്യത്തിലായാലും അത് എടുക്കുന്ന കാര്യത്തിലായാലും മണലെടുക്കുക, ഇപ്പൊ സാൻഡ് മൈനിങ് നമ്മുടെ റിവറുകളിൽ നിന്നും തീരുമാനിച്ചു ഗവൺമെന്റ്. അപ്പൊ അതിന്റെ അർത്ഥം റിവറുകളെല്ലാം നശിച്ചു പോകുക എന്നുള്ളതാണ്. അധികമായി കിടക്കുന്ന മണ്ണെടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇൽമിനൈറ്റ്, മോണസൈറ്റ് പോലെയുള്ള ന്യൂക്ലിയർ എനർജിക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ധാതു ലവണങ്ങൾ കിട്ടുന്ന മണ്ണാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രദേശങ്ങളിലുള്ളത്, കരഭാഗത്തായിട്ടുള്ളത്. അത് മുഴുവൻ നമ്മൾ ഈ പ്രതീതി നടത്തുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ വാരിക്കൊണ്ട് മുഴുവൻ മണ്ണും പോകുന്നു എന്നുള്ള മട്ടിലാണ്. ഇങ്ങനെയല്ല. പരിസ്ഥിതി പഠനം നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. പരിസ്ഥിതി പഠനം ഓരോരോ മൊത്തത്തായിട്ടുള്ള പരിസ്ഥിതി പഠനവും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വളരെ കൃത്യമാണ്. ഓരോ പ്രോജക്റ്റ് അനുസരിച്ചും അതിൻ്റെതായ ആഘാതങ്ങൾ പഠിച്ച് അത് പരിസ്ഥിതി മാത്രമല്ല ജനങ്ങളുടെ ആഘാതം, എക്കണോമിക് ഇമ്പാക്ട് നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്തരത്തിൽ നടത്തിയാൽ മാത്രമേ അത് അറിയാൻ പറ്റുള്ളൂ. അല്ലാതെ അത് നടത്താതെ എടുക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഓഫ് ഷോർ മൈനിങ്ങും തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം തന്നെയാണ്. അത് ജനങ്ങളെ ബാധിക്കാതെ, നമ്മുടെ ഫിഷർമാനെ ബാധിക്കാതെ ചെയ്യണമെന്നുള്ളതാണ്. പല രാജ്യം, ഇപ്പൊ നോർവേയുടെ എക്സാമ്പിൾ പറഞ്ഞു. നോർവേയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യം. അവിടെ അഫക്ട് ചെയ്തതായിട്ട് എനിക്കറിയില്ല. ഇത് എന്ത് എക്സാമ്പിളാണ് പറയുന്നത്? ഇപ്പോഴും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്. നേരത്തെ പറഞ്ഞ സിംഗപ്പൂർ, അവിടുത്തെയും ഇതില്ല. സുനാമി വന്നതിന്റെ റീസൺ ഒന്നും ഒരിക്കലും ഈ ഓഫ് ഷോർ ഖനനമല്ല. ഇതിന് വേറെ ഒരുപാട് റീസൺ പഠനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ പ്രൊഫസർ ഷൈജു മോൻ, അദ്ദേഹം പറഞ്ഞതുപോലെ ഏകദേശം 600 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നതാണ് കേരളത്തിന്റെ തീരപ്രദേശം. വൈവിധ്യപൂർണമായ സമുദ്ര പരിസ്ഥിതിയുടെ ആവാസ കേന്ദ്രമാണ് ഈ സ്ഥലം. ഈ ആവാസ വ്യവസ്ഥയെ മണൽ ഖനനം ബാധിക്കില്ല എന്ന് തന്നെയാണോ താങ്കൾ വാദിക്കുന്നത്? അല്ല, ഞാൻ വാദിക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. നമ്മൾ ഈ മുഴുവനായിട്ട് ഖനനം ചെയ്യുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഓരോ ഏരിയ തിരിച്ച് ഓരോ മിനറൽസും മെറ്റൽസും ഐഡന്റിഫൈ ചെയ്ത് അവിടെ മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അത് മൊത്തത്തോടെ ഈ അടിത്തട്ട് ഇടകാതെ അല്ലെങ്കിൽ മൊത്തം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിലാണ് ഗവൺമെന്റ് പ്രപ്പോസ് ചെയ്തത്. ഇനി പ്രൈവറ്റിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ കേരള ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാ ലോകത്തുള്ള ഗവൺമെന്റുകൾക്കും അവർക്ക് പണമില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇന്ന് സുനിത വില്യംസിനെ കൊണ്ടുവരാനും പ്രൈവറ്റ് പാർട്ടി വിചാരിച്ചപ്പോഴാണ് പറ്റിയത്. കാരണം പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രൈവറ്റ് പാർട്ടീസിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, സർക്കാരിന്റെ കയ്യിൽ ഇല്ല. ഒരു സർക്കാരിന്റെ കയ്യിൽ ഇനഫ് പണം ഇല്ല. അപ്പൊ ആ പണം നമുക്ക് ജനങ്ങളുടെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുക, രാജ്യത്തിന്റെ വികസനത്തിനായിട്ട് ഉപയോഗിക്കുന്നതിനോട് യാതൊരു തെറ്റുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പക്ഷേ കൺട്രോൾഡ് ആയിരിക്കണം, ഓപ്പണായിട്ട് വിടാൻ പാടില്ല. വ്യക്തമാണ്, താങ്കളുടെ വാദഗതി വ്യക്തമാണ്. ശ്രീ ചാൾസ് ജോർജ്, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല. കേരള തീരത്ത് നിന്ന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് 35,000 കോടി രൂപയുടെ മണൽ ഖനന പദ്ധതിയാണ്. താങ്കൾ പറഞ്ഞതുപോലെ കൊല്ലത്ത് നിന്നുള്ള മണൽ ഖനനത്തിന് മാത്രം 14,200 കോടി രൂപയാണ് വിലമതിക്കുന്നത്. ഇത്ര വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ഒരു പദ്ധതി ഉപേക്ഷിക്കാൻ ഈ പ്രതിഷേധങ്ങൾ മൂലം കേന്ദ്രം തയ്യാറാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
തീർച്ചയായിട്ടും. ഞാനൊരു ഉദാഹരണം പറയാം. ലോകത്ത് ഇതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം അറിഞ്ഞിട്ടെന്ന് പറയണം, അദ്ദേഹം ഈ ലോകം കണ്ടുതുറന്ന് കാണണം. ലോകത്ത് ഉദാഹരണമാണ് പാപ്പുവ ന്യൂഗിനിയ. ഈ പറയുന്ന ലോകത്ത് 6000 മീറ്റർ താഴെയുള്ള മാംഗനീസ് നൊഡ്യൂൾസ് ഉണ്ട്. അമേരിക്കയുടെ പടിഞ്ഞാറ് വശത്ത് ഉള്ള ഒരു സ്ഥലം, ക്ലാരിയോർ ക്ലിപ്പർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എടുക്കാൻ തീരുമാനിച്ചു. അത് മാംഗനീസ് നൊഡ്യൂൾസ് ഏറ്റവും വിലയേറിയ ഒരു ലോഹ സങ്കരമാണ്. വാങ്ങിയെടുക്കാൻ തീരുമാനിച്ചു, കമ്പനികളെ ഏൽപ്പിച്ചു. അതിനുവേണ്ടി ഒരു കമ്പനി രംഗത്ത് വന്നു. ക്ലാരിയോർ ക്ലിപ്പർ എന്ന് പറയുന്ന ആഴത്തിൽ നിന്ന് മണ്ണെടുക്കാൻ തീരുമാനിച്ചു. മണ്ണല്ല, അങ്ങനെ ചുരുളു. അത് 10 കൊല്ലം എടുക്കാൻ പറ്റില്ല. ആ കമ്പനി പാപ്പരായി. അതിന് ആ നൗട്ടിലസ് മിനറൽസ് എന്ന കമ്പനി പാപ്പുവ ന്യൂഗിനിയയിൽ വന്ന് മണ്ണെടുക്കാൻ തീരുമാനിച്ചു. അവിടുത്തെ ജനങ്ങൾ പിടിച്ചതും കൂടെ അവർ നിർത്തിവെച്ചു. ഇവിടെ ഇപ്പം സംഭവിച്ചത് എല്ലാം യൂട്ടേണിൽ വന്നിരിക്കുകയാണ്. ആദ്യം ഞങ്ങൾ വിൽക്കുമ്പോൾ ടെൻഡർ പിടിച്ച കമ്പനിയെ തന്നെ ഞങ്ങൾ ഏൽപ്പിക്കും, അവർ പഠിക്കട്ടെ എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ കള്ളനായി താക്കോൽ കൊടുക്കുന്ന പോലെയുള്ള ഇത്. കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുക്കുന്ന ഏർപ്പാടാണ് നിങ്ങൾ പഠിക്കുമെന്ന്. ഈ ടെൻഡർ പിടിക്കുന്ന കമ്പനി എന്തിനാണ് പഠിക്കുന്നത്? അവരെടുക്കാൻ പഠിക്കാനല്ല പോകുന്ന, പരിധിപ്പെട്ട കാലം പഠിക്കാൻ പോകുന്നു. അവരെങ്ങനെ മണ്ണെടുക്കാതെ പഠിക്കാൻ പോകുന്നു? ഇത് തിരിച്ച് നമ്മുടെ ഗവൺമെന്റ് തന്നെ, മിനിസ്റ്റർ ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് തന്നെ ഇതിന്റെ പെരുമാറ്റത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലുമുണ്ട്, സർവ്വജലത്തിലുണ്ട്. ഇസ്ബ എന്നൊരു സംഘടനയുണ്ട്, സീബഡ് അതോറിറ്റി. അതുപോലെ ഒരുപാട് കേന്ദ്ര സർവ്വദേശ സ്ഥാപനങ്ങളുണ്ട്. ഇവിടെയൊക്കെ കൺസൾട്ട് ചെയ്യണ്ടേ? ഇന്ത്യയിലെ 8 കേന്ദ്ര ഗവേഷണ സ്ഥാപനം കൊച്ചിയിലുണ്ട്. അവരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളെ കൺസൾട്ട് ചെയ്യണ്ട, പോട്ടെ, ഞങ്ങൾ എന്തോ വരില്ലാത്ത ആൾക്കാരാണ്. കൺസൾട്ട് ചെയ്യേണ്ട സ്ഥാപനങ്ങളൊപ്പം കൺസൾട്ട് ചെയ്യാണ്ടാണ് ചെയ്യുന്നത്. എല്ലാവരും ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അവരിപ്പോൾ പറയുന്നത് പ്രശ്നം ഞങ്ങളെ പ്രശ്നം വന്നപ്പോൾ അവർ പറഞ്ഞു കേരളത്തിലെ മത്സ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട നഷ്ടപരിഹാരമല്ല, ഞങ്ങൾക്ക് വേണ്ടത് പ്രശ്നപരിഹാരമാണ്. ഞങ്ങൾക്ക് വേണ്ടത് പ്രശ്നപരിഹാരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വിവിധ രാജ്യങ്ങളുടെ അനുഭവങ്ങൾ കൂടി കാണണം. സിംഗപ്പൂരിനെ കുറിച്ച് പറഞ്ഞില്ലേ, സിംഗപ്പൂരിന്റെ തുറമുഖം 50,000 കിലോമീറ്റർ വികസിപ്പിച്ചു. ആ മണ്ണും കൂടെ എടുത്തത് ഇവിടെ നിന്നാണ്. എവിടെ നിന്നാണ്? ഇന്തോനേഷ്യയിലാണ്. 24 ദ്വീപുകൾ അപ്രത്യക്ഷമായി. അതിനുശേഷം ഗവൺമെന്റ് ഇടപെട്ട് തടഞ്ഞു. ഇപ്പോൾ വീണ്ടും രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് വീണ്ടും അനുവദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പഠനം പുറത്തു വന്നിരിക്കും. അവിടുത്തെ ഒരു സ്ഥാപനം ഇതിനെക്കുറിച്ച് പഠിച്ചു. അവർ പറഞ്ഞെന്നറിയാമോ? കഴിഞ്ഞ വർഷം ആ പഠനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഖനനം നടത്തിയ കമ്പനിക്ക് $32 ബില്യൺ വരുമാനം, $1 ബില്യൺ വരുമാനം ഒരു വർഷം. സർക്കാരിന് $10.9 മില്യൺ. ജനങ്ങളുടെ നഷ്ടം $77.8 മില്യൺ. അതായത് മത്സ്യത്തിന്റെ നഷ്ടം. ഇതാര് പരിഹരിക്കും? ഞാൻ ചോദിക്കുന്നത്, കേരളം ഒരു ലേബർ ഇന്റൻസീവായ സമൂഹമാണ്. ഇന്ത്യയിലെ ലോകത്തിലെ മത്സ്യത്തൊഴിലാളികളിൽ കേരളം അദ്വിതീയമാണ്. കാരണം നമ്മൾ ലേബർ ഇന്റൻസീവ് ഒരു വ്യവസായത്തെ നമ്മൾ തകർക്കുന്നു ഓർക്കണം. അവരെവിടെ പോകും? അവരൊക്കെ കാനഡയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ പറ്റുമോ? അവരുടെ തൊഴിൽ മേഖല, ഉത്പാദന മേഖല ഉണ്ട്. ഈ ഉത്പാദന മേഖല തകർക്കുകയാണ്. മാത്രമല്ല പാരിസ്ഥിതിക മേഖല വിഷയം ഞാൻ പറഞ്ഞ ഉത്തരം വന്നില്ലല്ലോ. ട്രംപിനും ബെൽസനാരോയ്ക്കും മോഡിക്കും ഒരേ സൂത്രമാണ്. പ്രധാനമന്ത്രി വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് $1.3 ട്രില്യൺ നിക്ഷേപമാണ് വരാൻ പോകുന്നത്. അത് 8 ഭാഗമാണ് ഈ കടൽ മണൽ ഖനനം. അത് മാത്രമല്ല 5ആയിട്ട് കടലെ തിരിച്ചുകൊണ്ട് ആ റിപ്പോർട്ട് നമ്മുടെ വന്നിരിക്കും. ഓരോ മേഖല നിരക്കാൻ തീരുമാനിച്ചിരിക്കും. ആദ്യം പ്ലേസർ മിനറൽ, പിന്നെ ഈ കടൽ മണൽ. അതിനപ്പുറത്ത് 1000 മീറ്റർ താഴത്തിൽ നിന്ന് ഹൈഡ്രൈറ്റ്, കൊബാൾട്ട് എടുക്കുന്ന എവിടെ നിന്ന് അറിയാമോ? ഇന്ത്യയിലെ തീരത്തിന് 3000 കിലോമീറ്റർ അകലെ അഫാനത്ത് നികുതി എന്നൊരു പർവ്വതമുണ്ട് കടലിനടിയിൽ. ആ പർവ്വതത്തിന്റെ പോളപ്പരപ്പിൽ നിന്നാണ് കൊബാൾട്ട് എടുക്കുന്നത്. അതിന്റെ ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് ഞങ്ങളുടെ ദേഹത്ത് തട്ടരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുണ്ട്. കേരളത്തിന്റെ തീരം സംരക്ഷിക്കുന്ന പ്രധാനപ്പെട്ട കൊല്ലം പരപ്പ്. നമുക്കറിയാം, കൊല്ലത്തിന്റെ വടക്ക് വശം കഴിഞ്ഞ സുനാമി വന്നപ്പോൾ 130 പേര് മരിച്ചു. ആരപ്പാട് മാത്രം. കൊല്ലം പരപ്പ് ആയാലും ധാരാളം എന്തുകൊണ്ടാണ്? കൊല്ലം തീരം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കൊല്ലം പരപ്പ് എന്ന് പറയുന്ന ഇതിന്റെ ഇവിടെയുള്ള ഈ കരിമ്പാറ കൂട്ടുകളാണ് ആ കൊല്ലത്തെ സംരക്ഷിച്ചത്. അത് തകർത്തു കഴിഞ്ഞാൽ കൊല്ലം തീരം അപ്രത്യക്ഷമാവും. അതായത് ഇത് പാരിസ്ഥിതിക വിഷയം മാത്രമല്ല, ഞങ്ങളുടെ വിഷയം മാത്രമല്ല. ഞങ്ങളുടെ ഉപജീവനം തകരും. കേരള തീരപ്രദേശം മുഴുവൻ തകർന്നു പോകും. അതുകൊണ്ട് ഇത് ഉപജീവനത്തിനും അപ്പുറത്ത് പാരിസ്ഥിതിക വിഷയങ്ങളുണ്ട്. ആദ്യം ചെയ്യേണ്ടിരുന്നത് എന്താ? ഗവൺമെന്റ് ഇത്തരം വികസന പദ്ധതി മുന്നോട്ട് വയ്ക്കൽ മാത്രമല്ല, അതിന്റെ പ്രത്യേകങ്ങൾ കൂടി പഠിക്കണ്ടേ? എന്നിട്ട് അല്ലെങ്കിൽ കള്ളനായി താക്കോൽ എടുക്കുന്ന പോലെ നിങ്ങൾ കമന്റ് ചെയ്ത കമന്റ് നിങ്ങൾ പഠിച്ചോ, അവരാരെ പഠിക്കേൽപ്പിക്കും? അവർ നാഷണൽ സ്ഥാപനങ്ങളെ ഏൽപ്പിക്കും. ഏത് നാഷണൽ സ്ഥാപനം അംഗീകരിക്കും? ഞാൻ പറയട്ടെ, ഐക്യരാഷ്ട്ര സംഘടനയുടെ 3 സ്ഥാപനങ്ങൾ. IUCN ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. അതിന് പഠനങ്ങൾ വന്നിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ലോകത്തെ ജനതയോട് പറഞ്ഞിരിക്കുകയാണ്. പല രാജ്യങ്ങൾ മണ്ണെടുക്കുന്ന പറഞ്ഞല്ലോ, ഇതിനൊരു മോറട്ടോറിയം കൊടുക്കുമെന്ന് IUCN ആവശ്യപ്പെട്ടിരിക്കുന്നു. 2 യൂണിയൻ ഫോർ കൺസർവേഷൻ നേച്ചറിന് പുറമെ സംഘടനയുടെ ഒരു സ്ഥാപനമുണ്ട്. അവർ പറയുന്നത് ഈ കടൽ മണൽ ഖനനം അടിയന്തരമായി നിർത്തിവെക്കണമെന്നാണ്. അതുകൂടാതെ കഴിഞ്ഞ വർഷം
ഫെബ്രുവരി 26 മുതൽ മാർച്ച് 1 വരെ അതിനൊരു കൺവെൻഷൻ നടന്നിരുന്നു. അവരുടെ UN പരിസ്ഥിതി അസംബ്ലി 6ാമത്തെ പരിസ്ഥിതി അസംബ്ലിയാണ്. അവരും പറഞ്ഞു അടിയന്തരമായ ഒരു മോറട്ടോറിയം പ്രഖ്യാപിക്കണം. മാത്രമല്ല 71 രാജ്യങ്ങളിലെ 931 ഗവേഷകർ ശാസ്ത്രജ്ഞന്മാർ, പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരെല്ലാം അവര് ഓഷ്യനോഗ്രാഫേഴ്സാണ്. അവർ ലോകത്തിന് മുന്നിൽ അഭ്യർത്ഥന നടത്തിയിരിക്കും, നിർത്തൂ ഈ അരങ്കോള, നിങ്ങൾ വികസിച്ചോളൂ, പക്ഷെ ലോകത്ത് മത്സ്യം തകർക്കരുത് എന്ന് വിലാപഭരിതമായ ഒരു കത്ത് എഴുതി വെച്ചിരിക്കണം എല്ലാവരും. ശരി, ഞാൻ അതുകൂടി നമ്മൾ കാണണ്ടേ? വികസനത്തിന്റെ ഏകമുഖമായ പ്രവർത്തനം കാണുമ്പോൾ ഇതുകൂടി കാണണ്ടേ? ശരി, കാണാതെ നമ്മൾ എങ്ങനെയാണ് പ്രവർത്തനം നടത്തേണ്ടത്? വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. മാറിയിരിക്കുകയാണല്ലോ. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, അദ്ദേഹം പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഉപരിതല മത്സ്യയിനങ്ങളുടെ ഒരു പ്രധാന ആവാസ കേന്ദ്രമാണ് കൊല്ലം ഷെൽഫ് എന്ന് സെൻട്രൽ മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ചെമ്മീൻ ഉദരത്തിൻ്റെ ഏകദേശം 30% ഈ മേഖലയിൽ നിന്നാണ് വരുന്നത്. ഈ മേഖലയിലൊന്നും കൃത്യമായ പഠനം നടത്താതെ മണൽ ഖനനത്തിന് അനുമതി നൽകുന്നത് ഉചിതമാണോ? അങ്ങ് പറഞ്ഞതുപോലെ CMFRI അടക്കമുള്ള ആളുകൾ അവർ നടത്തുന്ന പഠനത്തിൻ്റെയും നടപടികളുടെയും എല്ലാം ഭാഗമായിട്ടാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോളിസികൾ ഉണ്ടാകുന്നതും അതിലെന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതെല്ലാം പരിഗണിക്കപ്പെടുന്നതും. ഇപ്പോൾ മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 2002 2023 കൊണ്ടുവന്ന ഓഫ്ഷോർ മിനറൽ ഏരിയ മിനറൽസിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ കൺസ്ട്രക്ഷൻ ഗ്രേഡ് സാൻഡിനെ സംബന്ധിച്ചും ലൈം മഡിനെ സംബന്ധിച്ചും പോളിമെറ്റലൈറ്റ് നോഡുൽസിനെ സംബന്ധിച്ചും ഒക്കെയുള്ള അതിൻ്റെ എക്സ്പ്ലോഷൻ ഉണ്ടാകണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ നടപടികളുമായി മുന്നോട്ട് പോയത്. ഇപ്പം നമ്മുടെ രാജ്യത്ത് ഞാനതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചത്, ഏതെങ്കിലും തരത്തിലുള്ള വികസന പദ്ധതികളെ സംബന്ധിച്ചോ അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് നമ്മളുടെ ധാതു ലവണങ്ങൾ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചോ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോഴും ഒക്കെ എപ്പോഴും വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട്, സർക്കാരാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളാണെങ്കിലും. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് PPP എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മൾ എത്രയോ കാലമായി വിജയകരമായി പരീക്ഷിക്കുന്ന രാജ്യമാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി കൃത്യമായി വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്ന പ്രോജക്റ്റുകൾ സർക്കാരുകൾ എത്രയോ കാലമായി വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് പ്രായോഗികമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അത് ഹൈവേ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് വ്യാവസായിക വികസനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇനി ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ സർക്കാരുകൾ കാലാനുസൃതമായ പരിഷ്കാരത്തോടുകൂടി അതെല്ലാം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഹൈവേകളും ഒക്കെ അതിന്റെ ഭാഗമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ടോൾ വരുന്നതും നടപടികൾ സ്വീകരിക്കുന്നതെല്ലാം. ഇപ്പം നമ്മളുടെ പരമ്പരാഗതമായി നിലനിൽക്കുന്ന സംവിധാനങ്ങൾ അങ്ങനെ തന്നെ നിരന്തരമായി നിലനിന്നുകൊണ്ട് പോകണം എന്ന് പറയുമ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വികസന പദ്ധതികളിലേക്ക് പോകാൻ കഴിയുന്ന സംവിധാനങ്ങൾ കൂടി ഉണ്ടാവണം. നേരത്തെ ശ്രീ ചാൾസ് സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുന്ന വരുമാനം അത് സർക്കാരിന്റെ വരുമാനത്തിന്റെ ഭാഗമായി ഡെവലപ്മെന്റിന്റെ ഭാഗമായി മാറുന്നതാണ്. അതിന് ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഡെവലപ്മെന്റ് വേണ്ട എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? പിന്നെ അദ്ദേഹം സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സ്വകാര്യ മേഖലയ്ക്ക് ഈ സമയത്ത് മാത്രമല്ലല്ലോ, നമ്മുടെ രാജ്യം ഉള്ള സമയത്ത് നേരത്തെയും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷമുള്ള ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് തുടങ്ങുന്ന കാര്യത്തിലാണെങ്കിലും 5 ഇയർ പ്ലാൻ പദ്ധതി രാജ്യത്ത് നടപ്പാക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു കാലഘട്ടത്തിൽ അത് ടാറ്റയും ബിർളയും ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് വന്നപ്പോൾ പുതിയ ആളുകൾ വന്നു, അത്രയേ ഉള്ളൂ. രാജ്യത്തെ വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വികസന പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയുന്ന, വ്യവസായങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന അത് 1-2 ആളുകളുടെ പേരുകളുടെ അടിസ്ഥാനത്തിലല്ല, അത് ഏത് സംവിധാനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സ്വകാര്യ. പക്ഷെ അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഇവിടുത്തെ പരാതി അതല്ല. ഈ കൃത്യമായ പഠനം നടത്താതെ അനുമതി നൽകുന്നു എന്നുള്ളതാണ് ഇവർ ആവർത്തിച്ചും പറയുന്ന, മുന്നോട്ട് വയ്ക്കുന്ന പരാതി. മറ്റൊരു കാര്യം, ഈ ആവർത്തിച്ചുള്ള പ്രതിഷേധങ്ങൾക്കിടയിലും ഇതിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2002 ഓഫ് ഷോർ ഏരിയാസ് മിനറൽസ്, അതായത് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ നിയമത്തിൽ ഭേദഗതികൾ വരുത്തിയിട്ട് കേരളത്തിൻ്റെ ആശങ്കകളെ അവഗണിച്ചു. ഇതുമൂലം ബാധിക്കപ്പെടുന്ന ജനങ്ങളുടെ ആശങ്കകൾ നിങ്ങൾ കാണാത്തത് എന്താണ്? ശ്രീ ജെയിംസ്, നമ്മുടെ രാജ്യത്ത് ഈ ട്രോളിംഗ് നിരോധനം വരുന്നതിന് മുൻപുണ്ടായിരുന്ന സ്ഥിതി നമുക്കറിയാമല്ലോ. അപ്പം ഒരിടത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് അതിനുള്ള പ്രതിവിധികൾ സർക്കാർ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോയത്. അപ്പൊ ഏത് മേഖലയിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആവാസ വ്യവസ്ഥയും തൊഴിലിനെയും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനുള്ള പദ്ധതികൾ പുനരാവിഷ്കരണം നടത്തിക്കൊണ്ടാണ് സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ യാതൊരു പഠനവും നടത്തിയില്ല എന്ന് പറഞ്ഞാൽ
വെറുതെ വഴിയിലൂടെ പോകുന്ന ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതിക്ക് അനുമതി കൊടുക്കാൻ വേണ്ടി കഴിയുമോ? ഒന്നുകിൽ അതിന് പഠനം നടത്താൻ സർക്കാർ ഏജൻസികളുമായി ചേർന്നുകൊണ്ട് പഠനം നടത്താൻ ആരാണോ അതിന്റെ കോൺട്രാക്ട് എടുക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഓപ്ഷൻ എടുക്കുന്നത്, ആ ഓപ്ഷൻ പോലും പബ്ലിക് ഓപ്ഷൻ ആണല്ലോ, അല്ലാതെ ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ വെറുതെ കൊടുക്കുകയല്ലോ. ഇതെല്ലാം പബ്ലിക് ഓപ്ഷൻ വഴി കൊടുക്കുമെന്ന് സർക്കാർ കൃത്യമായി പറയുന്നതല്ലേ. ഓപ്ഷൻ വഴി തന്നെയാണ്, ഓപ്ഷൻ പ്രോസസ്സിലൂടെ തന്നെയാണ് അതെല്ലാം കടന്നു പോകുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർ അതിനിപ്പോ നമ്മുടെ രാജ്യത്ത് ഏത് ഒരു വ്യവസായം തുടങ്ങുമ്പോഴും അതിന്റെ R&D ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിന്റെ ഭാഗമാണ്. അപ്പൊ R&D ഡെവലപ്മെന്റ് അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അത് സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുമ്പോഴും R&D ഡെവലപ്മെന്റ് അവരുടെ ബിസിനസിന്റെ ഭാഗമാണ്. അപ്പൊ R&D ഡെവലപ്മെന്റിന്റെ ഭാഗമായി അവർ നടത്തുന്ന ഒരു പ്രോസസ്, അത് രാജ്യത്തിന്റെ പൊതുഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നിങ്ങൾ ഈ പദ്ധതിയുടെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള നടത്താൻ പാടുള്ളൂ എന്ന് നമുക്ക് ശഠിക്കേണ്ട കാര്യമില്ലോ. ഒരു സ്വകാര്യ വ്യക്തിയാണെങ്കിലും ഇനി പൊതുമേഖലയാണെങ്കിലും ഇനി മറ്റ് PPP അടിസ്ഥാനത്തിലാണെങ്കിലും ഏതാണെങ്കിലും അതിന്റെ പഠനം നടത്താനുള്ള പണം മുടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ പണം മുടക്കുന്നത് നമ്മുടെ R&D ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ കഴിയുമോ, നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? എത്രയോ പദ്ധതികൾ പഠനം നടത്തി ഉപേക്ഷിക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പൊ പഠനം നടത്തുക എന്ന് പറയുന്നത് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, പഠനം നടത്തുന്നത് അത് ഉപയോഗിക്കാൻ കഴിയുമോ, അത് പിന്നീട് നടത്തിക്കാൻ കഴിയുമോ എന്നുള്ളത് കൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്, അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ് എന്ന് കാണുന്ന സാഹചര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പൊ ആ പഠനം നടത്തി അവർ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ പ്രൈവറ്റ് ഏജൻസീസ് ആണ് ഇത് എടുക്കുന്നതെങ്കിൽ, ഒരു സ്വകാര്യ കമ്പനിയാണ് ഇത് എടുക്കുന്നത്, അവരത് പഠനം നടത്തിയതിനു ശേഷം നാളെ അവിടെ ഖനനം നടത്താൻ കഴിയില്ല. നിങ്ങൾ ഈ പറയുന്നത് പോലെ, നമ്മളെല്ലാം ചർച്ച ചെയ്യുന്നത് പോലെ തന്നെ അവിടെ ഖനനം നടത്താൻ കഴിയില്ല, അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് കണ്ടെത്തുന്നതെങ്കിൽ അത് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പൊ ആ തരത്തിലുള്ള പഠനം നടത്തുന്നതിനെ സംബന്ധിച്ചോ അതിന്റെ നടപടികളെ സംബന്ധിച്ചോ ആര് പണം മുടക്കുന്നു എന്നുള്ളതല്ല, ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാതെ അതുമായ നടപടികൾ പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവരാതെ ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിന് അങ്ങനെ ഓഫ് ഹാൻഡ് ആയി ആർക്കെങ്കിലും ഒരു സംവിധാനം എഴുതി കൊടുക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയില്ല. അങ്ങനെ വിശ്വസിക്കുന്നതിന് അർത്ഥമില്ല. ശരി, വ്യക്തമാണ്. പ്രൊഫസർ ഷൈജു മോൻ, പബ്ലിക് ഡൊമൈനിൽ ഇതേപ്പറ്റി ഒരുപാട് അഭിപ്രായങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ചിലത് കടൽ ഖനനം സമുദ്രത്തിൻ്റെ അടിത്തട്ടിലെ അതിലോലമായ മേഖലകളിൽ മാറ്റം വരുത്തുകയും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് ആവശ്യമായ സമുദ്രജീവികളുടെ എണ്ണം കുറയ്ക്കുകയും ചെയ്യുമെന്നായിരുന്നു. ഈ ഖനന പ്രവർത്തനങ്ങൾ സമുദ്രത്തിലെ അസിഡിറ്റി വർദ്ധിപ്പിക്കുമെന്ന് മീഡിയ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. വളരെ സെൻസിറ്റീവായ സമുദ്രജീവികളെ നശിപ്പിക്കുമെന്നും പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ശ്രീ ജെയിംസ്, നമ്മൾ മനസ്സിലാക്കേണ്ട, ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഠനങ്ങൾ നമുക്ക് ഒരുപാട് ഏജൻസികൾ നടത്താം. പലരും പല രീതിയിലാണ് പഠനങ്ങൾ, ആർക്ക് വേണമെങ്കിലും ആരെ രീതിയിൽ വേണമെങ്കിലും പഠനങ്ങൾ നടത്താം. അപ്പൊ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ ഏതെങ്കിലും ഒരു പോളിസി ഗവൺമെന്റ് എടുക്കുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാഷണൽ ലെവലിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ വർഷങ്ങളായിട്ട് ഈ മേഖലകളിലെല്ലാം പഠനം നടത്തിയിട്ടാണ് പല രീതിയിലുള്ള നയരൂപീകരണങ്ങൾ നടത്താറുള്ളത്. അല്ലാതെ ഒരിക്കലും നമുക്ക് വെറുതെ നയരൂപീകരണം നടത്താൻ പറ്റില്ല. ഇപ്പൊ സാറ്റലൈറ്റ് ഇമേജിന്റെ അടിസ്ഥാനത്തിലും നമ്മുടെ ഇപ്പം വേരിയസ് ഏജൻസീസ് ലൈക്ക് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അങ്ങനെയുള്ള ഏജൻസികളെല്ലാം അവരുടെ എല്ലാം ജോലി തന്നെ എന്താണ്, കാലാകാലങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഇതിനെപ്പറ്റി എല്ലാം നമ്മുടെ വിഭവ സമ്പത്തുകളെ പറ്റിയും നമ്മുടെ കരയെ പറ്റിയും കടലിനെ പറ്റിയും അറ്റ്മോസ്ഫിയറിനെ പറ്റിയൊക്കെ പല പല ഏജൻസികൾ അവരുടെ ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ചാണ് പഠനം നമ്മൾ എന്ത് ചെയ്യാണ് ഓരോ നയങ്ങൾ രൂപീകരിക്കുന്നത്. ഇത് വിദേശങ്ങളിൽ നടപ്പിലാക്കുമ്പോൾ അതിന്റെ മോഡലുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി. നേരത്തെ സൂചിപ്പിച്ചു പാപ്പുവ ന്യൂഗിനിയുടെ കാര്യമൊക്കെ സൂചിപ്പിച്ചു. ഇത് അതൊരു ഐലൻഡാണ്, ഐലൻഡ് പ്രദേശത്ത് ഉണ്ടായതുപോലെ അല്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഐലൻഡ് പ്രദേശത്തൊന്നും നമ്മൾ അതിന് അനുവാദം നൽകിയിട്ടില്ല. അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഓരോ സ്പെസിഫിക് ആയിട്ട്, ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്നതാണ്, ഓരോ സ്പെസിഫിക് പ്രോജക്ട് അനുസരിച്ചും പരിസ്ഥിതി പഠനം മാത്രമല്ല ഇക്കണോമിക് ഇമ്പാക്ട് അസസ്മെന്റ്, ലൈവ്ലിഹുഡ് ഇമ്പാക്ട് അസസ്മെന്റ്, ഇതെല്ലാം നടത്തണം. ആൾക്കാർക്ക് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതെല്ലാം. അല്ലാതെ ഗവൺമെന്റ് ഒരിക്കലും ഇനി നാളെ എടുത്തു പിടിച്ച് ആ ഖനനത്തിന് വേണ്ടി പോകുന്നു എന്നുള്ള രീതിയിലല്ല പോകുന്നത്. ഇതിന് മറ്റു പല സംഗതികളെല്ലാം വരാനുണ്ട്. ഇതൊരു സൂചകം മാത്രമാണ്. ഇതിനനുസരിച്ച് മുന്നോട്ട് പോവുക. പക്ഷെ ഒരു കാര്യം ഷുവറാണ്, ഫ്യൂച്ചർ ഡെവലപ്മെന്റ്സിനും നമ്മുടെ ഇക്കണോമിയെ ഡെവലപ്ഡ് ആക്കാനും സമ്പദ് വ്യവസ്ഥയെ വികസിതമാക്കാനും നമുക്ക് മിനറൽസും മെറ്റൽസും ആവശ്യമാണ്. അത് പരിസ്ഥിതിയെ കൂടുതൽ ദുർബലപ്പെടുത്താതെ മറ്റ് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരിക്കാം. ഇപ്പൊ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഖനനം നടത്തുകയും അത് ഉപയോഗിക്കാൻ പറ്റുകയും വേണം. അതിന്റെ അത്ര ഇവിടെ പല എക്സാമ്പിളും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു 3000 കിലോമീറ്റർ അപ്പുറമുള്ളത്. 3000 കിലോമീറ്റർ അപ്പുറമുള്ളത് നമ്മുടെ പരിധിയിൽ വരുന്നതല്ല. 3000 കിലോമീറ്റർ ഒക്കെ ഇന്റർനാഷണൽ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ വരുന്നതാണ്. അപ്പൊ നമുക്ക് 300 കിലോമീറ്റർ വരെയുള്ളത് മാത്രമേ നമുക്കുള്ളൂ. 370 കിലോമീറ്റർ വരെ മാത്രമേ ഉള്ളൂ. എന്താണ് 200 കിലോമീറ്റേഴ്സ് ആണ് നമ്മുടെ 200 നോട്ടിക്കൽ മൈൽസ് ആണ് നമ്മുടെ എക്കണോമിക് സോൺ എന്ന് പറയുന്നത്. അതിനകത്താണ് അത്
സീബെഡിന് തന്നെ ജിയോളജിക്കൽ സർവേ, ഞാൻ ജിയോളജിസ്റ്റുമായിട്ട് സംസാരിച്ചതാണ്, ഇന്നലെയൊക്കെ സംസാരിച്ചതാണ് ഇതിന് ശേഷം. അദ്ദേഹം തന്നെ പറയുന്നത് എന്താണ്, അങ്ങനെ അങ്ങ് ഇളകി പോകുന്ന രീതിയിലല്ല ഇതെല്ലാം വെച്ചത്. ഇതിനൊക്കെ ഓരോരോ എന്താണ് തട്ടുകളുണ്ട്. ഈ തട്ടുകൾക്കനുസരിച്ച്, അല്ലാതെ കാണുന്ന സ്ഥലത്തെല്ലാം കുഴിക്കുക, കാണുന്ന സ്ഥലത്തെല്ലാം എടുക്കുക എന്നുള്ളതല്ല. ജിയോളജിക്കൽ പ്ലാറ്റിയോസ് നോക്കി, ജിയോളജിക്കൽ ഫോൾട്ടുകൾ നോക്കി, അതിനനുസരിച്ചാണ്. പണ്ട് കാലങ്ങളിൽ ഇതിനൊന്നുമുള്ള സാഹചര്യം ഇല്ലായിരുന്നു, ടെക്നോളജി ഇല്ലായിരുന്നു. ഇപ്പൊ ഇതിനൊക്കെ ടെക്നോളജി ഉണ്ട്. അതിനനുസരിച്ച് കൃത്യമായിട്ടാണ് ഇതിനെല്ലാം ഖനനം നടത്താൻ പോകുന്നത്. അപ്പം ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പാറപടകളെ അഫക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ കരയെ അഫക്ട് ചെയ്യുന്ന രീതിയിലല്ല ചെയ്യാൻ പോകുന്നത്. അത് നോക്കിക്കൊണ്ട് മാത്രമേ ചെയ്യുള്ളൂ. പോളിസി അനൗൺസ്മെന്റ് മാത്രമാണ്. സ്പെസിഫിക് പ്രോജക്ട് വരുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റും. ശരി, വ്യക്തമാണ്. ശ്രീ ചാൾസ് ജോർജ്, വികസനത്തിന് ഖനനം അത്യാവശ്യമാണെന്നുള്ള വാദഗതിയോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല സാർ. യഥാർത്ഥത്തിൽ ലോകത്ത് ഒരു വർഷം വേണ്ട മണ്ണെന്ന് പറയുന്നത് 50 ബില്യൺ ടണ്ണാണ്. 50 മുതൽ 60 ബില്യൺ വരെ. അതിൽ 8 ബില്യൺ വരെയാണ് കടലിൽ നിന്ന് എടുക്കുന്നത്. നമ്മുടെ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റും ഒരു വര വരയ്ക്കുകയാണെങ്കിൽ 24 മീറ്റർ പൊക്കത്തിലും 24 മീറ്റർ വീതിയിലുമുള്ള ഒരു മതിൽ പണിയാൻ അത്രയും ആവശ്യമായ മണ്ണെടുക്കുകയാണ്. 1. 2, അതിന് 30 ആകുമ്പോഴേക്ക് ലോക ജനസംഖ്യയുടെ 68% നഗരങ്ങളിലായിരിക്കും. 3, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലാണ് നടക്കുന്ന ഡെവലപ്മെന്റ് പ്രോസസ്. അതിനൊക്കെ മണൽ വേണം, തർക്കമില്ല. 8 ബില്യൺ ടൺ മണ്ണ് കടലിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു വർഷം 16 ബില്യൺ ടൺ മണൽ കടലിൽ റീജുവിനേറ്റ് ചെയ്യണം. അതുണ്ടാകുന്നില്ല എന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രശ്നം. IUCN പറയുന്നത് അത് തന്നെയാണ്. ഇന്റർനാഷണൽ കൺസർവേഷൻ ഓഫ് നേച്ചർ പറയുന്നത് അത് തന്നെയാണ്. എല്ലാ തങ്ങളും ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞില്ലോ, ഈ ദ്വീപുകളുടെ കാര്യം പറഞ്ഞില്ലേ, തുവാലു, കിരിബാറ്റി, സോളമൻ ഐലൻഡ്, ഇതൊക്കെ ദ്വീപുകളാണ്. ഇന്ത്യനെട്ടി 24 ദ്വീപുകൾ അപ്പുറത്തേക്ക് പോയില്ലേ? എന്നോട് അവർ നിയമം കൊണ്ട് നിരോധിക്കേണ്ടി വന്നത്. സിംഗപ്പൂർ വിളിച്ചോട്ടെ, ഇവിടെ നടക്കുന്ന അതാണ്, ഇന്ത്യയിൽ നടക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഈ പ്രക്രിയ നമ്മൾ ഭാഷ പറഞ്ഞാൽ പ്രിമിറ്റീവ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന വാക്ക് പറയുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ മൂലധനവും സർക്കാരും ഒന്നിക്കുകയാണ്. അതിന് വേറൊരു വാക്കാണ്, അതിന് ഫാസ് എന്നും കൂടി പറയും. ഇന്ത്യയിൽ നടക്കുന്നത് അദാനിക്കുള്ള പ്രവർത്തനമാണ്. നിങ്ങൾ ഉദാഹരണം പറയാം. കഴിഞ്ഞ 2 വർഷം മുമ്പല്ലേ ഇവിടെ ഈ അലാന്ത സ്ഥാനത്ത് 2 നദികളുണ്ട്. എവിടെ? ഛത്തീസ്ഗഡിൽ. ആ നദികൾക്കിടയിൽ വിപുലമായ ഒരു കോൾ മൈൻ ശേഖരമുണ്ട്. ആ പ്രദേശം എന്ന് പറയുന്ന ആദിവാസി കേന്ദ്രമാണ്. 1929 ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള നിയമമാണ് ഫോൾസ് റൈറ്റ് ആക്ട്. അത് മാത്രമല്ല 1996 പെസ ആക്ട് വരുന്നത്. ഈ 2 നിയമപ്രകാരവും ഷെഡ്യൂൾ 7 പ്രകാരം ഈ ആദിവാസി മേഖല തൊടാൻ ആർക്കും അവകാശമില്ല. ഭരണഘടനാദത്തമായ അവകാശമാണ്. അത് കട്ടിമറിച്ചുകൊണ്ട് ആ പ്രദേശം മുഴുവൻ അദാനിക്ക് കൊടുത്തു ഗവൺമെന്റ്. ഇവിടുത്തെ മുഴുവൻ മരങ്ങൾ വെട്ടി, കഴിഞ്ഞ ലക്കമറിഞ്ഞ ഫ്രണ്ട് ലൈൻ നിങ്ങൾ വായിച്ചു നോക്കണം. ആ പ്രദേശം മുഴുവൻ മരങ്ങൾ വെട്ടിക്കളഞ്ഞു. ആദിവാസികൾ അവിടെ നിന്ന് നിഷ്കാരം ചെയ്തുകൊണ്ടിരിക്കും. അവിടുത്തെ വിഷയം എന്താണ്? അതുകൂടി അതാണ്. ഇപ്പോൾ കരയിലെ വിഭവങ്ങൾ തീർന്നാൽ കടലിലേക്ക് പോകണം. അതാണ് ബ്ലൂ ഇക്കോണമി ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നടക്കുന്ന പ്രിമിറ്റീവ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ 1. 2, ക്യാപിറ്റൽ മെർജ് ചെയ്യുന്ന ആ പ്രക്രിയ കടലിലേക്ക് വരുന്നവര്. ഇത്രയും സെൻസിറ്റീവായ കടലാണ് കേരളത്തിന്റെ. മറ്റു പ്രദേശങ്ങളിൽ ഞാൻ പറഞ്ഞു, ആൻഡമാൻ നിക്കോബാറിൽ ജനസംഖ്യയൊന്നുമില്ല. അവിടെ 7 ബ്ലോക്ക് എടുക്കുന്നുണ്ട്. അവിടെ ജനവാസമില്ല. ജനസാന്ദ്രമായ, തൊഴിൽ സാന്ദ്രമായ, പരിസ്ഥിതിലോലമായ ഒരു പ്രദേശത്ത് നടക്കുന്നത്. കേരളത്തില് ഈ കഴിഞ്ഞ 2017 മാറ്റം കൂടി കാണണം. നമുക്ക് ആദ്യം ഓക്കി വന്നു. ഓക്കി കേരളത്തിൽ നിന്ന് പോയ ആ 6 ബോട്ട് മുങ്ങിപ്പോയി സാർ. 6 ബോട്ടിൽ 69 മനുഷ്യരെ കുറിച്ച് ഇപ്പോഴും പിടിയില്ല. അവരെ ലക്ഷദ്വീപ് കടലിൽ മുങ്ങി കിടക്കും. അതിനുശേഷം വായു, നിസർഗ, ഉംഫൻ, ടൗട്ടൻ 7 പുതിയ കൊടുങ്കാറ്റുകൾ കൂടി കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കും. അറബിക്കടലിൽ കാര്യമായ സൈക്ലോൺ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കും. സൈക്ലോണിന്റെ കേന്ദ്രമായി കേരളം മാറി. കഴിഞ്ഞ വർഷം ഞാനൊരു കാര്യം പറയട്ടെ, കഴിഞ്ഞ 1 വർഷം ഞാനും നിങ്ങൾ ചാള, അതിന്റെ വലിപ്പം നിങ്ങളുടെ വിരൽ വണ്ണമാണ്. നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ചാള അപ്രത്യക്ഷമായി തിരിച്ചു വരും. പക്ഷെ തിരിച്ചു വന്നാൽ ഈ മത്തി മുഴുവൻ വിരൽ വണ്ണമാണ്. അതിനാവശ്യം ഭക്ഷണം ഉണ്ടായിട്ടില്ല. ഭക്ഷണം ഉൾപ്പെടുന്ന പ്രക്രിയ തടസ്സപ്പെട്ടു. അതിലൊരു കാര്യം എൽനിനോ പ്രതിഭാസമാണ്. മറ്റൊന്ന് ഇന്ത്യൻ ഓഷൻ ഡൈപ്പോളാണ്. ഈ ഇന്ത്യൻ ഓഷൻ ഡൈപ്പോളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായ ഡൈപ്പോളാണ് യഥാർത്ഥത്തിൽ അന്തരീക്ഷത്തിലെ മഴമേഘങ്ങൾ ഘനീഭവിച്ചു വരുന്നതും അത് ഈ വയനാട് പോലുള്ള സംഭവങ്ങളിൽ വലിയ ഉരുൾപൊട്ടലാക്കി 2019 ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൂടി പരിഗണിച്ച് സമൂഹത്തെ കൂടി കണക്കെടുക്കണം. ഞാൻ വേറെ പറയട്ടെ, നിങ്ങൾ പറഞ്ഞില്ലേ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗവേഷണ സ്ഥാപനമാണ് KMFR. കേന്ദ്ര ഗവൺമെന്റിനോട് അഭിപ്രായം ചോദിച്ചു 2018. അവർ ശക്തമായി ഒബ്ജക്ട് ചെയ്തുകൊണ്ട് ഒരു കത്ത് എഴുതി. ആ കത്ത് എന്റെ അടുത്തുണ്ട്. ശരി, ചേർത്ത് ഞാൻ മന്ത്രി കത്ത് എഴുതിയിരിക്കുകയാണ്. ഞങ്ങള് ഒന്നിച്ച്
അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ഗവേഷണ സ്ഥാപനം CMFRI ഇതിന്റെ ഒബ്ജക്റ്റീവ് കത്ത് കൊടുത്തേക്കാണ് 2012. ഇതിൽ കണ്ട് കാണുന്നത് പ്രധാനമന്ത്രി വികസന പദ്ധതി 3 ട്രില്യൺ കോടി മുടക്കും. എന്നിട്ട് റെയിലുകൾ ഉണ്ടാക്കുന്നു, ഹൈവേകൾ ഉണ്ടാക്കുന്നു, അതിന്റെ അർക്ക് കൊടുക്കും, അതൊക്കെ കൊടുക്കാൻ തീരുമാനം. ഇതാണ് നടക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്, പ്രിമിറ്റീവ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ നടക്കുന്നു. ശരി, ശ്രീ ഞങ്ങളെ സംബന്ധിച്ച് ചാൾസ് ജോർജ്, തീരത്ത് കാര്യങ്ങൾ കൂടി അറിയണം. തീരത്ത് 9 തുറമുഖങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതെല്ലാം തന്നെ അർക്ക് കൊടുക്കും, അദാനിക്ക് കൊടുക്കും. 2 12 കോസ്റ്റൽ എക്കണോമിക് സോൺ വരുന്നു, അത് ഉണ്ട്. 3 12 കോസ്റ്റൽ ടൂർ സർക്യൂട്ടുകൾ വരുന്നു. 4 ടൂറിസ്റ്റ് റിലേറ്റഡ് സിറ്റികൾ വരുന്നു. കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ വരുന്നു. 2000 കിലോമീറ്റർ തീരദേശ റോഡ് വരുന്നു. ഇങ്ങനെ വികസനത്തിന്റെ പെരുമഴയാണ് കടപ്പുറത്ത് വരുന്നത്. ഒരു കാര്യം ചോദിക്കണം, അവിടെ ജീവിക്കുന്നവരെ കുറിച്ച് വരെ ആലോചിച്ചിട്ടുണ്ടോ? അവരെങ്ങനെ കോമ്പൻസേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അവരെങ്ങനെ റീഹാബിലിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മളൊരു ബ്ലൂ ഇക്കോണമി രേഖയില്ല, 6 രേഖകൾ ഞാൻ സെമിനാർ നടത്തും, ഒരു രേഖയിലും പറഞ്ഞിട്ട് ഇവരൊക്കെ പുറന്തള്ളപ്പെടുന്ന ഒരു ഭാവമാണ് ഞങ്ങൾ, നഷ്ടപ്പെടുന്ന ഒരു ജനതയാണ് ഞങ്ങൾ. ഞങ്ങളുടെ വാദം കൂടി കേൾക്കണം, അതാ ഞാൻ പറയുന്നത്. നിങ്ങൾ വികസിച്ചോളൂ, മാത്രം വികസിക്കുന്നത് ഞങ്ങൾ പറയും. ശരി, ശ്രീ ചാൾസ് ജോർജ്, വികസനത്തിന്റെ കാര്യം പറയുമ്പോഴും കേരള തീരത്ത് ലഭ്യമായ വിവരങ്ങളനുസരിച്ച് ഇവിടെ ഖനനം നടത്തുമ്പോഴും കേരളത്തിന് വരുമാനത്തിൻ്റെ വിഹിതവും ലഭിക്കില്ല എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലാഭം മുഴുവൻ കേന്ദ്രത്തിനാണ്. ഈ ആഴക്കടൽ ഖനനത്തിനെതിരായ നിങ്ങളുടെ പോരാട്ടം ഫലം കാണുമോ? അതോ സാമ്പത്തിക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകേണ്ടി വരുമോ? അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന സർക്കാരാണ് കേരളത്തിൽ നിൽക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. അവർക്കും BJPക്കും തമ്മിൽ നയപരമായ അഭിപ്രായ വ്യത്യാസമില്ല വികസനത്തിന്റെ കാര്യം, അതൊരു വ്യക്തമായ കാര്യമാണ്. പക്ഷെ അവരുടെ തൊഴിൽ സംഘടന അടക്കം ഞങ്ങളുടെ കൂടെ ചേർന്നിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വികസന പെരുമഴയിൽ അതിന്റെ ഒപ്പം ചേർത്ത് പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഈ വികസന ഹുങ്കാര ശബ്ദത്തിൽ ഞങ്ങളെ സ്വരം അലിഞ്ഞു പോവുകയാണ്. പണ്ട് വയലപ്പള്ളി ഇതേപോലെ തന്നെ എവിടെവിടങ്ങളിൽ ചട്ടിക്കലങ്ങൾ പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്ത്, അവിടെവിടങ്ങളിൽ ചെറുത്ത് വരയ്ക്കുന്നത് ഇവരുടെ കാട്ടത്തിനെതിരെ പറയും. വിഴിഞ്ഞത്ത് സംഭവിച്ചത് എന്താണ്? ഇപ്പോഴും 40 കുടുംബങ്ങൾ സിമന്റ് തീരെ കിടക്കുകയാണ്. അതുകൂടി പരിഹരിക്കേണ്ടേ ഇവര്. അത് ഞാൻ പറഞ്ഞില്ല, ഈ ജീനി കിട്ടിയ കുതിര പോലെ കൊണ്ടുപോയാൽ പോരാ, ഞങ്ങളെ കൂടി കേൾക്കണം. ഞങ്ങൾ പ്രത്യേകിച്ച് രാജ്യത്തിന് വികസനത്തിനൊപ്പം നിൽക്കുന്നവരാണ്. സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസാണ് കേരളത്തിൽ. ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നവരാണ്, എതിരല്ല. പക്ഷേ അതുകൂടി കണക്കെടുക്കാതെ ഈ വികസന നയം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന് പോലും താങ്ങാൻ വഴിയാത്തൊരു അഭിപ്രായമാണ് അത് പറഞ്ഞത്. അവർ കൊടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴയിൽ വരുന്ന ലോകത്തൊരു രാജ്യത്തില്ലാത്ത പ്രതിഭാസമാണ് ചാകര. അതിനെങ്ങനെ ഇത് ബാധിക്കും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പിന്നെ കൊല്ലം പരപ്പിലെ പാറപ്പരപ്പോഴും തകർന്നു പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? തീരങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഇത് അവിടെ കൊണ്ടൊന്ന് കഴുകും. ഈ കഴുകുന്ന മണ്ണ് എന്ത് ചെയ്യും? ഇവിടുത്തെ മണ്ണെടുത്ത് വികസനത്തിന് ഉപയോഗിക്കാത്ത ഒരു സിമ്പിളായ ഉത്തരത്തിലേക്ക് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇന്ന് ലോകത്ത് ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവർ വന്നിരിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ വികസനം എന്താണ്? സ്വന്തം രാജ്യം കത്തിയമരുകയാണ്, ഹോളിവുഡ് കത്തിയമരുകയാണ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അയാള് പരുത്തി പണ്ട് വെട്ടിക്കുറയ്ക്കാനാണ്. വെൽസനാട് ചെയ്യുന്നതാണ്, അങ്ങോട്ട് റോഡുണ്ടാക്കിയാണ്, അങ്ങോട്ട് ശ്രീ ചാൾസ് ജോർജ്, ഞാൻ ഇടപെടുകയാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അവരെ കേൾക്കണമെന്നാണ് അവർ പറയുന്നത്. ഈ വിഷയങ്ങൾ നിങ്ങൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു? അല്ല, ഇതൊക്കെ നമ്മളുടെ സമുദ്ര പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന, അത് സ്വിഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും CMFRIയുടെ കാര്യത്തിലാണെങ്കിലും, അത് പഠനം നടത്തുന്ന ഏജൻസികളെ സംബന്ധിച്ച്, ഇനി അതെല്ലാം സ്വകാര്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഏജൻസികളാണെങ്കിലും ഒക്കെ അവർ നടത്തുന്ന പഠനത്തിൽ മറ്റ് ഏജൻസികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് വയബിൾ ആണോ അല്ലയോ, അത് നമുക്ക് എക്കണോമിക്കലി വയബിൾ ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി നടക്കുന്ന പഠനത്തിൽ ആർക്കൊക്കെയാണോ റോളുള്ളത് അവരെല്ലാം കേൾക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരെല്ലാം കേൾക്കും. അവരുടെ എല്ലാം പരാതികൾ കേട്ടു. നാളായിട്ട് ജനുവരി 11 മീറ്റിംഗ് നമ്മൾ അറിയുന്നത് അവിടെ വെച്ച് 2 കോടി പെട്ടെന്ന് അടയ്ക്കാണ്. ഞാനൊന്ന് പൂർത്തിയാക്കാം. നമ്മുടെ കേരള തീരത്തെ മത്സ്യബന്ധനത്തിന് പോകുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികൾ, അവർ പിടിച്ചുകൊണ്ട് വള്ളത്തിലും വളയിലുമെല്ലാമായി അല്ല ചെറിയ ചെറിയ ബോട്ടുകളിലായി കൊണ്ടുവരുന്ന മത്സ്യങ്ങളെല്ലാം അവരാണോ വിൽക്കുന്നത്? അതാത് സ്ഥലങ്ങളിലുള്ള മുതലാളിമാർ അതങ്ങനെ തന്നെ ഇങ്ങ് എടുത്തിട്ട് അവരല്ലേ വിൽക്കുന്നത്. അത് ചെറിയ ചെറിയ കച്ചവടം. അതായത് ഇപ്പൊ ശ്രീ ചാൾസ് പറഞ്ഞതുപോലെ വലിയ മുതലാളിമാർ വലിയുമ്പോൾ വലിയ തരത്തിലുള്ള കച്ചവടം നടക്കുന്നത് പോലെ തന്നെ, ബിസിനസ്സുകൾ നടക്കുന്ന പോലെ തന്നെ, ഡെവലപ്മെന്റ് നടക്കുന്ന പോലെ തന്നെ, പണ്ട് കാലത്ത് വലയും വെള്ളവും ഉപയോഗിച്ച്
മത്സ്യബന്ധനത്തിന് പോരുന്ന ആളുകളാണോ ഇപ്പൊ ബോട്ടിലല്ലേ പോകുന്നത്? ആ ബോട്ടിൽ പോകുന്ന ആളുകൾ അതിനപ്പുറത്തേക്കുള്ള സംവിധാനങ്ങളുമായിട്ട് പോകാനല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ കൊണ്ടുവരുന്ന മീനുകൾ, സാധാരണക്കാർ കൊണ്ടുവരുന്ന മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അവരല്ലല്ലോ വിൽക്കുന്നത്, അതെല്ലാം തേർഡ് ഏജൻസിയാണ് വിൽക്കുന്നത്. തേർഡ് ഏജൻസിയാണ് ഇതിന്റെ ലാഭം ഉണ്ടാക്കുന്നത്. അതറിയാത്ത ആളുകൾ ഡൊമസ്റ്റിക് സ്റ്റാൾസ് ഇപ്പൊ ലാൻഡ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടു നമ്മുടെ വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിലാണെങ്കിലും നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? കാടും മലയും വെട്ടിപ്പിടിച്ച ആളുകൾ കയറിയിരിക്കുകയാണ്, വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങാണ്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടായി? ഇതാരെങ്കിലും ഇവിടെ വന്നിട്ട് അദാനി അംബാനി ആരെങ്കിലും ചെയ്തുകൊണ്ടാണോ? അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പണമുള്ള ആളുകൾ അവിടെ ചെന്ന് ഏതെങ്കിലും കയ്യേറിയത് കൊണ്ടാണോ? അങ്ങനെ കയ്യേറിയിട്ടുണ്ടാകും. ഒരു കാലഘട്ടത്തിൽ കയ്യേറിയ ആളുകൾ അവിടെ ബിൽഡിങ്ങുകൾ വെച്ചിട്ടില്ലേ? ഇപ്പൊ കയ്യേറുന്നില്ലേ? ഇപ്പൊ കേരളത്തിന്റെ സർക്കാർ ആളുകളെ ഒഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആരെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഈ തരത്തിൽ കയ്യേറിയിട്ടുള്ള ആളുകളാണ്. അവർ കാട് കയ്യേറിയിട്ടുള്ള ആളുകളുണ്ട്, കടൽ കയ്യേറിയിട്ടുള്ള ആളുകളുണ്ട്, പുഴയോരങ്ങൾ കയ്യേറിയിട്ടുള്ള ആളുകളുണ്ട്. അത് ഏതെങ്കിലും ഒരു സ്ഥലത്തെ ആലപ്പുഴയിലെയും കൊല്ലത്തെയും കടൽ തീരങ്ങൾ മാത്രമല്ല, പുഴയോരങ്ങൾ കയ്യേറി ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ സ്വാഭാവികമായും കയ്യേറ്റങ്ങളെല്ലാം ഒഴിപ്പിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ അതേസമയം തന്നെ വികസനത്തിന് ഇതൊന്നും വരേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എത്രത്തോളം യോജിക്കാൻ കഴിയും? അത് ഞാനൊന്നുകൂടി പൂർത്തിയാക്കാം. കഴിയുമെന്നുള്ള കാര്യം ഞാൻ ഒരു സാധാരണ ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സർക്കാരിനെ സംബന്ധിച്ച്, അത് സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് സ്വാഭാവികമായും ഒരു മണൽ ഖനനം എന്ന് പറയുന്നത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ നോട്ടിക്കൽ മൈൽ ഏരിയയിൽ വരുന്ന 12 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തുള്ള ഏരിയയിൽ അവർ നടത്തുന്ന പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അതിപ്പോ കേരളത്തിന് അതിന് വരുമാനം കിട്ടുമോ, അതിപ്പോ ഒരു പ്രാദേശിക വികാരമാക്കി അതിനെ ഇനിയിപ്പോ കേരളം അതിന്റെ സമരരംഗത്തേക്ക് വരണമെന്നൊക്കെ പറഞ്ഞാൽ അത് കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഏരിയയിലാണെങ്കിൽ സംസ്ഥാനത്തിന് സ്വാഭാവികമായും ഇതിന്റെ കേരളത്തിന് രാജ്യത്തെ ATC നിയന്ത്രിക്കാൻ ഞങ്ങൾക്ക് അധികാരം വേണം എന്ന് പറഞ്ഞാൽ കേരളം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിന് സവിശേഷമായ അധികാരങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. കേന്ദ്ര ഗവൺമെന്റ് കൈയാളുന്ന എല്ലാ വിദേശകാര്യ മന്ത്രാലയവും ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ വേറെ രാജ്യമാണെന്ന് ചിന്തിക്കുന്ന ഒരു നയം രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അത് തെറ്റൊന്നുമില്ല. അത് എല്ലാവർക്കും അങ്ങനെ ആഗ്രഹിക്കാം, എല്ലാവർക്കും അങ്ങനെ ചർച്ചകൾ നടത്താം. പക്ഷെ ഒരു രാജ്യത്തിന്റെ പോളിസി തീരുമാനിക്കുമ്പോൾ ആ പോളിസിയിൽ കൃത്യമായിട്ടുള്ള നടപടികളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. വ്യക്തമാണ്. അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഏതാണ്ട് തീരാറായി. എങ്കിലും ശ്രീ ചാൾസ് ജോർജ് വേഗത്തിലൊരു മറുപടി. പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല സാർ. നമ്മുടെ മുന്നിൽ ഭൗതികമായ ഉദാഹരണം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. 2014 GSI കേരളത്തിലെ മണൽശേഖരത്തെ കുറിച്ച് പഠിച്ചത്. അവർ പറഞ്ഞിരിക്കുന്ന കണക്ക് ഞാൻ പറയട്ടെ, വായിക്കട്ടെ. പൊന്നാനി അത് 10 കിലോമീറ്റർ അകലെ എടുക്കുന്നു, കേരളത്തിലെ അധികാര പരിധിക്കകത്താണ്. അവിടെ നിന്നും 597 ദശലക്ഷം ടൺ എടുക്കുന്നു. ചാവക്കാട് 13 കിലോമീറ്റർ അകലെയാണ്. ആലപ്പുഴ വെറും 10 കിലോമീറ്റർ അകലെ എടുക്കുന്നത്. ഇത് കേരളത്തിന് അധികാര പരിധിക്കകത്തല്ലേ? ഇപ്പോൾ അവരുടെ തീരുമാനം എന്താണ്? ആദ്യം സേഫായ സ്ഥലത്ത് തുടങ്ങുന്നു, കൊല്ലം 12 നോട്ടിക്ക് മേലെ അയലെന്ന് തുടങ്ങുന്നു. അവിടെ എതിർപ്പുണ്ടാവൂലല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങുന്നത്. അതിന് ശേഷം വരാണ് തീരുമാനം. യഥാർത്ഥത്തിൽ അവരുടെ തീരുമാനം 2014 കണക്ക് പ്രകാരം 2630 ദശലക്ഷം ടൺ മണ്ണാണ് കേരളത്തിൽ എടുക്കുന്നത്. ഇപ്പോൾ SBI ക്യാപിറ്റൽ, SBI എന്ന സ്ഥാപനം ഏതാണെന്ന് എനിക്കറിയില്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം അത് ഈ സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വരുമാന നഷ്ടം ഉണ്ടാവുമെങ്കിൽ സംസ്ഥാനം ഇടപെടില്ലേ? അതിലെ സംസ്ഥാന സർക്കാർ ഒബ്ജക്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഒബ്ജക്ട് ചെയ്തിരിക്കുന്നു. ഫിഷറി ഡിപ്പാർട്ട്മെന്റ് ഒബ്ജക്ട് ചെയ്തിരിക്കുന്നു. മത്സ്യത്തിലുള്ള ഒബ്ജക്ട് ചെയ്തിരിക്കുന്നു. എല്ലാവരും ഒബ്ജക്ഷൻ ഞങ്ങൾ ഓവർറൂൾ ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ അടിച്ചു കത്തിച്ച് മുന്നോട്ട് പോകും. ആരെണ്ടാ വരാൻ നോക്കാം. പ്രത്യേകിച്ച് കേരളം വളരെ സെൻസിറ്റീവ് ഇക്കോളജിക്കൽ ഏരിയ ഞാൻ പറഞ്ഞില്ലേ. നമ്മുടെ കാലാവസ്ഥ മാറ്റം, ഭൂപ്രകൃതിയിലെ മാറ്റം, നമ്മൾ കഴിക്കുന്ന ചെറിയ ചാള തന്നെ 1.5 വർഷമായിട്ട് 2 വർഷമായിട്ടും ചാളയ്ക്ക് മുഴുപ്പുണ്ടായിട്ടില്ല കേരളത്തിൽ. എന്തുകൊണ്ടാണ്? അത് പരിശോധിച്ചിട്ടുണ്ടോ? കാലാവസ്ഥയിൽ അഫക്റ്റനാണ്, കാലാവസ്ഥ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കേരള തീരത്തുണ്ടായിരിക്കുന്ന ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളും ഇപ്പോൾ വരുന്ന മഴയും കൊടുങ്കാറ്റ്, പ്രളയം, വരൾച്ച, അങ്ങനെ എല്ലാം ബാധിക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട്. ഇതൊക്കെ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ. ശരി, ശ്രീ ചാൾസ് ജോർജ്, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം പൂർണ്ണമായി അവസാനിച്ചിരിക്കുകയാണ്. ഏതായാലും കൃത്യമായ ശാസ്ത്രീയ പഠനങ്ങളുടെയും സാമൂഹിക പങ്കാളിത്തം മുൻനിർത്തി നയതീരുമാനങ്ങൾ രൂപപ്പെടുത്തിയില്ലെങ്കിൽ കേരളത്തിലെ സമുദ്ര ആവാസ വ്യവസ്ഥ പരിഹരിക്കാനാവാത്ത നാശനഷ്ടങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ ആഴക്കടൽ ഖനനത്തിനെതിരായ പോരാട്ടം കടലുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക കൂടിയാണ്. പ്രതിഷേധങ്ങൾ തുടരുകയും നിയമ പോരാട്ടങ്ങൾ ഉയരുകയും ചെയ്യുമ്പോൾ കേരളത്തിൽ ആഴക്കടൽ ഖനനത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ വരും മാസങ്ങൾ നിർണായകമാകും. കേരളത്തിൻ്റെ ആശങ്കകൾ വേണ്ടത്ര പരിഗണിക്കപ്പെട്ടില്ലെങ്കിൽ സംസ്ഥാനം ഒരു പാരിസ്ഥിതിക പ്രതിസന്ധിയെ മാത്രമല്ല ഒരു സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട്.
ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ചാൾസ് ജോർജ്, പ്രൊഫസർ ഷൈജു മോൻ, അഡ്വക്കേറ്റ് കൃഷ്ണദാസ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.